താങ്ക് യു സദിഖ് സാർ. ഏതായാലും നമ്മളെ ഇന്നത്തെ ക്ലാസ് 10 മിനിറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വിഷയം ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പ് എന്നുള്ളതാണ്. നമുക്ക് അറിയാം, പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു കടല് പോലത്തെ ഒരു സംഗതിയാണ്. അതില് കുറേ കൺസെപ്റ്റുകളുണ്ട്. അതില് നമ്മളെ ഗ്രിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ, അതുപോലെ റെസിലിയൻസ്, അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞതിൽ മുസദ്ദിഖിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇമോഷൻസ്, അതൊക്കെ ഇതിൽ വരുന്ന ഓരോ പാർട്ടുകളാണ്. ഇതിലൊക്കെ ഈ ഇമോഷൻ ആൻഡ് അഫെക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഗ്രിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിന് സിമിലാരിറ്റി എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കലാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ മെയിൻ ഇത് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് എനിക്കുള്ളത് ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പ് എന്നുള്ളതാണ്. ഇതൊക്കെ ഓരോന്നും നമ്മൾ ഓരോന്നും പറയുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് സെയിം കൺസെപ്റ്റ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ സിമിലാരിറ്റി ഉണ്ടാവുമെങ്കിലും ഡിഫറൻസസും ഉണ്ടാവും. ഓരോന്ന് ഓരോ ആളുകൾ റിസർച്ച് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകളുടെ ഒരു വിശദീകരണമാണ് നമ്മൾ ഈ മെറ്റീരിയലിൽ മൊത്തം ചർച്ച ചെയ്യുന്നത്. അതിൽ ഓരോന്നും ഇപ്പം ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പ് എന്നുള്ളത് ഒപ്റ്റിമിസം ഒരാൾ ചർച്ച ചെയ്യും. അതുപോലെ സെൽഫ്, ഇന്നലെ നിസാംബായുടെ നമ്മൾ കേട്ട സെൽഫ് കൺസെപ്റ്റുകൾ, ഇതൊക്കെ ഇതിന്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. ഒപ്റ്റിമിസം എന്ന് പറയുന്നത് തുടക്കം തന്നെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടും ഒരു കാര്യമില്ല വിഷയം. കാരണം ഇതിങ്ങനെ ഒരു കഥ പറയും പോലെ ഇങ്ങനെ പറയാണ്, കുറെ റിപ്പീറ്റേഷൻ ഉണ്ടാവും, കുറെ കാര്യങ്ങൾ. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും ഇതിനെക്കുറിച്ച് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിലെ കൺസെപ്റ്റുകൾ. ഇപ്പം എന്താണെങ്കിലും ഉദാഹരണത്തിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഗ്രിറ്റ് എന്താണ്, ഡിറ്റർമിനേഷൻ എന്താണ്. രണ്ടും ഏകദേശം ഒരുപോലെയുള്ള സംഗതിയാണെങ്കിലും നല്ല ഡിഫറൻസസ് ഉണ്ട്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ചോദിക്കാണ്. ഗ്രിറ്റ് എന്താണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താണ് ഗ്രിറ്റ് ഡിറ്റർമിനേഷനും തമ്മിലുള്ള ഡിഫറൻസ്? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യും. ആരുമില്ലേ? എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് പോയതാണോ? ആൻസർ ചെയ്തേ പറ്റുള്ളൂ ആരെങ്കിലും ഒരാൾ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ വിളിക്കും. ഈ ക്ലാസ് ഇങ്ങനെ വൺ വേ ആകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാളൊന്ന് ആൻസർ ചെയ്യും. ഗ്രിറ്റ് ഡിറ്റർമിനേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഏതെങ്കിലും. ആരുമില്ല. ശ്രദ്ധിക്ക, ലൈനിലുണ്ടാ? ശ്രദ്ധിക്ക. ഓക്കെ, ഏതായാലും ഗ്രിറ്റ് എന്ന് പറഞ്ഞാല് ആ ഓക്കെ ഗ്രിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഡിറ്റർമിനേഷൻ പോലെ തന്നെയാണ്. ഒരു കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല, ആ തീരുമാനം തന്നെയാണ്. പക്ഷെ ഗ്രിറ്റ് ആവുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ അതിൽ അത് അയാൾക്ക് അഗാധമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും ആ സംഗതിയായിട്ട്. അയാളെ ഉള്ളിൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോ ഗ്രിറ്റുള്ള ആളുകളെ വിജയിക്കുള്ളൂ ശരിക്കും യഥാർത്ഥത്തിൽ. ഡിറ്റർമിനേഷൻ ഉണ്ടാവും പലർക്കും. ഇപ്പൊ നമ്മൾ ഈ MA സൈക്കോളജി എടുത്തു, ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ എന്തുണ്ട്, ഡിറ്റർമിനേഷൻ ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ള സാധനമാണ്. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞു, എങ്ങനെയെങ്കിലും PG നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് ജോബ് നേടലാവാം, ചിലപ്പോൾ ലൈഫിൽ എന്തെങ്കിലും സക്സസ് ആവാം, പലതും ഉണ്ട്, ഉദ്ദേശം ഉണ്ടാവും. പക്ഷെ ഗ്രിറ്റ് ആവുമ്പോൾ, ഒരു ഗ്രിറ്റ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും ആ ഒരു ഗ്രിറ്റ് ഉള്ളത് കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അയാളെ മോട്ടിവേഷൻ എപ്പോഴും ഹൈ ആയിരിക്കും. അതാണ് ഗ്രിറ്റും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഉള്ളിൽ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു താല്പര്യമാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത്. ഡിറ്റർമിനേഷൻ ജസ്റ്റ് ചില സമയത്ത് അയാൾക്ക് താല്പര്യം ഉണ്ടാവും. ഒരു ക്ലാസ്, ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യും, ഓക്കെ ഒന്ന് കയറി നോക്കാം, എന്നിട്ട് അടുത്തത് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ടച്ച് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് വേറെ എന്തെങ്കിലും ക്ലാസ് ചെയ്യുമ്പോഴാണ് ഓർമ്മ വരിക ഞാൻ PG ചെയ്യേണ്ടതെന്ന്. നമ്മളെയൊക്കെ പോലെ തന്നെ. ഞാനിപ്പോ ഗ്രിറ്റുള്ള ആളെന്ന് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കൊക്കെ ഗ്രിറ്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, എല്ലാം ഗ്രിറ്റ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം ലേണിങ്ങിലൂടെയാണല്ലോ. നമ്മളെ ചെറുപ്പം മുതലേയുള്ള ഓരോ സ്വഭാവങ്ങളും നമ്മൾ പഠിച്ചെടുക്കുന്ന ലേണിങ്ങിലൂടെയാണ്. അപ്പോൾ നമ്മൾ ലേൺ ചെയ്യാണ് സ്വഭാവങ്ങളൊക്കെ. അത് മറ്റുള്ളവരെ കണ്ടിട്ടാവാം, നമ്മൾ പിയർ ഗ്രൂപ്പിന്റെ എഫക്റ്റ് ആവാം, പാരന്റിങ് സ്റ്റൈൽ ആവാം, പലതും ആവാം. അപ്പൊ ഗ്രിറ്റ് എന്ന് പറയുന്നത് അഗാധമായിട്ടുള്ളതിന്റെ ഒരു താല്പര്യം, അതാണ് ഗ്രിറ്റ്. ആ ഗ്രിറ്റ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മോട്ടിവേഷന്റെ ലെവലിൽ ഹൈ ആയിരിക്കും, കുറയൂല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വിഷയം അയാൾക്ക് നല്ല ഫോളോ അപ്പ് കിട്ടും. അതാണ് ഗ്രിറ്റും നമ്മളുടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെയാണ് ഓരോ കൺസെപ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആമുഖം പറഞ്ഞത്. ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് അത് എടുത്തിട്ടെന്ന് മാത്രം, മുമ്പ് കഴിഞ്ഞതായതുകൊണ്ട്. ഇനി ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിമിസം എന്ന് പറയുന്നതും ഈ ഗ്രിറ്റ് പോലത്തെ ഒരു ഇത് തന്നെയാണ് കൺസെപ്റ്റ് തന്നെ ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം സംബന്ധിച്ചിടത്തോളം അത് ഹോപ്പും ഒപ്റ്റിമിസവും രണ്ടും ഒരു ഇമ്പോർട്ടന്റ് എലിമെന്റ്സ് ആണ്. നമുക്ക് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് നമുക്ക് നിലനിൽക്കണം, വെൽബീയിങ് ഉണ്ടാവണം, ലൈഫിൽ ഫ്ലറിഷിംഗ് ഉണ്ടാവണം എന്നൊക്കെയാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ കൺസെപ്റ്റ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഈ രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഒപ്റ്റിമിസം ഉണ്ടാവണം, ഹോപ്പ് ഉണ്ടാവണം. ഓക്കെ, ഇനി അതിന്റെ ഓരോ പാർട്ടുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്യാണ്. പിന്നെ ഇത് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ക്യാൻ ഫങ്ഷൻ ഫുള്ളി ആൻഡ് ഡീൽ വിത്ത് ദി ചാലഞ്ചസ് ഓഫ് ലൈഫ്. ഇതാണ് ഒരു അതിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയാവുന്ന ഒരു സാധനമാണിത്. നമ്മളെ ലൈഫിൽ വരുന്ന ചാലഞ്ചസിനെ നമുക്ക് ഫേസ് ചെയ്യാനും ഡീൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആണ് എന്ത് പറയുന്നത്, ഈ ഒപ്റ്റിമിസം, ഹോപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത് രണ്ടും നമുക്ക് വളരെ സാമ്യമുള്ളതായിട്ട് തോന്നുമെങ്കിലും പലതിലും ഇവർ ഒരു ഓവർലാപ്പിംഗ് കൺസെപ്റ്റ് ആണ്. കാരണം ദേ ആർ ബോത്ത് ബേസ്ഡ് ഓൺ പോസിറ്റീവ് എക്സ്പെക്ടേഷൻ. രണ്ടും പോസിറ്റീവ് എക്സ്പെക്ടേഷൻ ആണ്. ഒരാള് ഒരു ഒപ്റ്റിമിസ്റ്റ് ആണെന്ന് പറയുന്നതും ഹോപ്പുള്ള ആളെന്ന് പറയുന്നതും രണ്ടും ഒരു പോസിറ്റീവ് എക്സ്പെക്ടേഷൻ, അയാൾക്കുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണ്. ഉദാഹരണത്തിന് നമുക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാണ്. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അയാൾക്കൊരു ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഞാൻ എൻ്റെ അത്യാവശ്യം ഞാൻ എന്താ ചെയ്തിട്ടുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഞാനത് രക്ഷപ്പെടും. അതാണ് ഒപ്റ്റിമിസ്റ്റ് ആയ ആളുകൾ ചിന്തിക്കുക. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെസിമിസ്റ്റ് കേട്ടോ. പെസിമിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര നിരാശയായിരിക്കും പോണ സമയത്ത്. എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, ഞാൻ എല്ലാത്തിനും ഞാൻ ലൈഫിലൊക്കെ പരാജയമാണ്, എന്ത് ചെയ്താലും എനിക്ക് പരാജയം ഉണ്ടാവലുള്ളൂ, ഇതിലും അങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളതാണ് പെസിമിസ്റ്റ് ചിന്തിക്കുക. ഒപ്റ്റിമിസ്റ്റ് നേരെ തിരിച്ച്, ഇല്ല, എന്നെ ദൈവം കൈവിടൂല, എല്ലാത്തിലും എനിക്കൊരു മോക്ഷം ഉണ്ടാവും, അതിലൊരു വിജയം ഉണ്ടാവും, ഇതുവരെ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇതിലും ഉണ്ടാവും എന്നൊരു ചിന്ത ആണ് ശരിക്കും ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വിശ്വാസം, ബിലീഫാണ്, രണ്ടും ബിലീഫാണ്. ഓക്കെ, അപ്പോ ഈ ഹോപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസസ്, മറ്റു പല ഡിഫറൻസുകളുണ്ട്. കുറച്ച് ഡിഫറൻസുകൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ നമുക്ക് പറയാം. ഓക്കെ, ഡിഫറൻസുകൾ എന്ന് പറയുന്നത് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരു ബിലീഫാണ്. അത് എന്തെങ്കിലും നല്ലത് സംഭവിക്കും, ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഉണ്ടാവും, അപ്പൊ അതിൽ നല്ലത് സംഭവിക്കും എന്നുള്ള ഒരു ബിലീഫാണ് ഒപ്റ്റിമിസം. നേരെ മറിച്ച് ഹോപ്പ് ആവുമ്പോൾ സംതിങ് ഗുഡ് സംഭവിക്കും എന്നുള്ള അയാൾക്ക് എന്തുണ്ട്, അയാൾക്ക് താല്പര്യമുണ്ട്, അയാൾ ഫ്യൂച്ചറിൽ ഒന്ന് സംഭവിക്കണം എന്നൊരു ആഗ്രഹം അയാൾക്കുണ്ട്. അതാണ് ഹോപ്പ്, പ്രതീക്ഷ. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഒപ്റ്റിമിസത്തിന് നമുക്ക് എന്ത് പറയാം, എന്തായാലും മലയാളം പറയാം ഒപ്റ്റിമിസത്തിന്, ശുഭപ്രതീക്ഷ. ശുഭപ്രതീക്ഷ. അതിന് വേറൊരു വാക്കും കൂടെ എന്തോന്നുണ്ട്, ശുഭാപ്തി വിശ്വാസം. യെസ്, ശുഭാപ്തി വിശ്വാസം. ഇപ്പൊ ആൻസർ ചെയ്യാൻ തുടങ്ങി എല്ലാവരും, ഇപ്പൊ എത്തിയും തോന്നുന്നുണ്ട്. ശുഭാപ്തി വിശ്വാസം, ഹോപ്പ് ആവുമ്പോൾ പ്രതീക്ഷ, അല്ലെ? ഇത് രണ്ടും നമുക്ക് പറയാം. ശുഭാപ്തി വിശ്വാസമുള്ള ആളുകൾക്ക് ഹോപ്പ് ഉണ്ടാവാം, ഹോപ്പുള്ള ആൾക്ക് ശുഭാപ്തി വിശ്വാസം. രണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓവർലാപ്പിംഗ് ഉണ്ടാവും. അതാ പറഞ്ഞ രണ്ടും സിമിലാരിറ്റിയും ഇത് മനസ്സിലാക്കലേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കേണ്ട രണ്ടും രണ്ടാണ്, രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ചിലതിൽ എന്തുണ്ട്, ചിലത് മികച്ചു നിൽക്കും, അത്രേ ഉള്ളൂ. അത് ഈ എല്ലാ കൺസെപ്റ്റിലും സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജിയുടെ കൺസെപ്റ്റ് ഒക്കെ അങ്ങനെ നമ്മൾ കാണുള്ളൂ. അങ്ങനെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കീറി മുറിച്ചിട്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമുക്ക് പിന്നെ മൊത്തത്തിൽ ഇത് കേട്ട് പോയാലും ഒപ്റ്റിമിസവും ഹോപ്പും തമ്മിൽ കുറെ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ ഡിഫറൻസസ് ഒന്നും തോന്നൂല. അതെന്തേലും ഡിഫറൻസ്, രണ്ടും ഒന്നല്ലേ? ഒപ്റ്റിമിസം അങ്ങനെയല്ല. ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്, ഹോപ്പ് എന്ന് പറയുന്നത് വേറൊരു കൺസെപ്റ്റാണ്. രണ്ടിലും സിമിലാരിറ്റികൾ ഉണ്ടാവാം, ഡിഫറൻസും ഉണ്ടാവാം. അത് നമുക്ക് ചർച്ച ചെയ്യാൻ പോവാണ്. ഇപ്പൊ പറഞ്ഞത് ഒന്ന് പറഞ്ഞു. ഇനി ഒപ്റ്റിമിസത്തിലെ ഒന്ന് പറയുന്നത് ബിലീഫാണെന്ന് പറഞ്ഞു. രണ്ടും ബിലീഫാണ്, നമ്മളെ രണ്ടും ബിലീഫാണ്. നല്ലത്, ഭാവിയിൽ നല്ലത് സംഭവിക്കും എന്നുള്ള ബിലീഫാണ്. അതിലെ ഡിഫറൻസസ് കുറച്ച് കാര്യങ്ങൾ പറയാണ്. നമ്മളെ ഒപ്റ്റിമിസ്റ്റായ ആളുകൾ, അവരുടെ ചിന്ത എങ്ങനെയായിരിക്കും, ലോകം മൊത്തം എന്ത് ചെയ്യും, ഒരു നല്ലതിന് വേണ്ടിയിട്ട് മാറും, എനിക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്ത, മൊത്തം ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇതായിരിക്കും എന്നൊക്കെ ആ നല്ല ചിന്ത, പോസിറ്റീവായ തോട്ടും പോസിറ്റീവായ ഇമോഷനും അയാൾക്ക് ഉണ്ടാവുക. നേരെ ഹോപ്പ് എന്ന് പറയുന്നത് ഈസ് ബിലീഫ് ദാറ്റ് ടുഗദർ വി ക്യാൻ മേക്ക് ദി വേൾഡ് ബെറ്റർ.
അയാൾക്കൊരു പ്ലാൻ ഉണ്ടായും, അയാൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, ഇൻഷാ അള്ളാ ഞാൻ വിജയിക്കും, എക്സാമിലൊക്കെ അത്യാവശ്യം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു പ്ലാൻ തയ്യാറാക്കി പഠിക്കുന്നു, ക്ലാസ്സുകൾ കേൾക്കുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു, അയാൾക്കൊരു പ്രതീക്ഷ. അതാണ് ഹോപ്പ്. ഡിഫറൻസ് ചെറുങ്ങനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് അത് ഫോക്കസ് ചെയ്യുന്നത് ബ്രോഡ്ലി ഓൺ ദി എക്സ്പെക്ടഡ് ക്വാളിറ്റി ഓഫ് ഫ്യൂച്ചർ ഔട്ട്കംസ് ഇൻ ജനറൽ. അതൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഇതാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നുണ്ടാവുക. മറിച്ച് ഹോപ്പ് ഫോക്കസ് മോർ ഡയറക്ട്ലി ഓൺ ദി പേഴ്സണൽ അറ്റൈൻമെന്റ് ഓഫ് സ്പെസിഫിക് ഗോൾസ്. അയാൾക്ക് ഒരു സ്പെസിഫിക് ആയ ഗോള്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ PG ജയിക്കണം, PG കവർ ചെയ്യണം എന്നുള്ളത് തന്നെ അതൊരു പിന്നെ ഹോപ്പാണ്. നമ്മളെ ഹോപ്പാണ്. നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഹോപ്പാണ്, പ്ലാൻ ഇല്ലെങ്കിൽ അത് ഹോപ്പ് ആവില്ല. അത് ഒപ്റ്റിമിസ്റ്റ് ആവാം. ചിലപ്പോൾ അയാൾക്ക് എന്തുണ്ടാവും, പോസിറ്റീവായിട്ട് ആഗ്രഹം ഉണ്ടാവും, എനിക്ക് എന്താണ് കവർ ചെയ്യണം, ഞാൻ എല്ലാ എക്സാമും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ PG സിമ്പിൾ ആയിട്ട് കഴിയും. അതൊരു ഒപ്റ്റിമിസ്റ്റിക് തോട്ടാണ്. പക്ഷെ അതൊരു ഹോപ്പാന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഹോപ്പ് ആവണമെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് പ്ലാൻ ഉണ്ടാവണം, സ്ട്രാറ്റജി ഉണ്ടാവണം, അയാൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംതിങ് അയാൾ ചെയ്യണം, അപ്പോഴേ ഹോപ്പ് ആവുന്നുള്ളൂ. ഇനി ഇതിലൊരു കാര്യം പറയുന്നത് വെച്ചാല്, അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതിൽ പറയുന്നത് വിത്തൗട്ട് ഒപ്റ്റിമിസം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യത്തിൽ വിജയിക്കാൻ പറ്റും. ഒപ്റ്റിമിസം ഇല്ലെങ്കിലും വിജയിക്കാൻ പറ്റും. ഒപ്റ്റിമിസം മസ്റ്റ് അല്ല. പക്ഷേ ഹോപ്പ് ഇല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ വിജയിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരാൾക്ക് എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല. ചില ആൾക്ക് ഒപ്റ്റിമിസം ഇല്ലാതെയും അയാൾക്ക് എന്തുണ്ടാവും, ഹോപ്പ് ഉണ്ടാവും. അയാൾ ഹോപ്പ് ഉണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ വിജയിക്കും ചെയ്യും ചില കാര്യങ്ങളിൽ. അത് നിങ്ങൾ ഓരോ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. ഒപ്റ്റിമിസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, ചിലപ്പം നിരാശയൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങളിൽ, നമുക്ക് ഇത് നടക്കാനൊന്നും പോകുന്നില്ല, പിന്നെ എനിക്ക് കഴിഞ്ഞതിലും ഇതൊക്കെ എനിക്ക് പരാജയമാണ് ഉണ്ടായത്, അപ്പോൾ ഈ എക്സാമും ചിലപ്പോൾ ഞാൻ ജയിക്കൊന്നുമില്ല, ഞാൻ അതിന് മാത്രം നോക്കിയില്ല. ഇതൊരു പെസിമിസ്റ്റ് തോട്ടാണ്. ഒപ്റ്റിമിസ്റ്റ് അയാൾക്ക് ഇല്ല. ഉണ്ടെങ്കിൽ അയാൾ അങ്ങനെയല്ല ചിന്തിക്കുക. അയാൾ ഞാൻ പഠിച്ചതൊക്കെ വെച്ചിട്ട് എങ്ങനെയും കവർ ചെയ്ത് ഞാൻ ജയിക്കലുണ്ട്, അതാണ് ഒരു ഒപ്റ്റിമിസ്റ്റ് തോട്ട്. അപ്പോൾ നേരെ മറിച്ച് അയാൾക്ക് ഹോപ്പ് ഉണ്ട്. എന്ത്, ഞാൻ ഒരു പ്ലാനോടെ പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം, ആ പ്ലാനോടെ ആണ് പഠിച്ചതെങ്കിൽ അയാൾക്ക് ഹോപ്പ് ഉണ്ടാവും. ആ ഹോപ്പ് വെച്ചിട്ട് അയാൾ ജയിച്ചേക്കാം. പക്ഷെ അയാൾക്ക് നിരാശയുടെ ഇടയിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്, പെസിമിസ്റ്റ് തോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഒപ്റ്റിമിസം ഇല്ലാതെയും വിജയിക്കാൻ കഴിയും. പക്ഷെ ഹോപ്പ് ഇല്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല, നമ്മൾ പരാജയപ്പെടുന്നതാണ് പറയുന്നത്. ഇനി ഒപ്റ്റിമിസം എന്ന് പറയുന്നത് വെൻ യു ഹാവ് മോർ പെർസീവ്ഡ് കൺട്രോൾ ഉണ്ടാവും ആൻഡ് ബിലീവ് മോർ ഇൻ എ പോസിറ്റീവ് ഔട്ട്കം. ഒരു പെർസീവ്ഡ് കൺട്രോൾ ഉണ്ടാവും, പക്ഷെ അയാൾ ബിലീവ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിലായിരിക്കും. പിന്നെ ഒപ്റ്റിമിസത്തിൽ അയാൾ ബിലീവ് ചെയ്യുന്നുണ്ടാവുക. മറ്റേതിൽ എന്താവും, ലിറ്റിൽ കൺട്രോൾ ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ അയാൾ പോസിറ്റീവ് ഔട്ട്കമ്മിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒന്നും കൂടി നോക്കിയോളൂ, ഇതിന്റെ ഡിഫറൻസ് ആണ്. പിന്നെ പെർസീവ്ഡ് കൺട്രോൾ ആയിരിക്കും ഒപ്റ്റിമിസത്തിൽ ഉണ്ടാവുക. മറ്റേല് അതായത് കുറച്ചും കൂടി കൺട്രോൾഡ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു, നല്ലൊരു ഔട്ട്കമ്മിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. മറ്റേ ഇതിൽ വരിക ലിറ്റിൽ കൺട്രോൾ വരുള്ളൂ ഹോപ്പ് ആവുമ്പോൾ, സ്റ്റിൽ വിഷ് ഫോർ എ പോസിറ്റീവ് ഔട്ട്കം. അതാണ് ഹോപ്പിൽ വരിക. ഇനി രണ്ടും തമ്മിലുള്ള കുറച്ച് ഇങ്ങനെ ഒരു ഇത് പറയാണ്. അത് ഹോപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്, ഒപ്റ്റിമിസത്തെ കുറിച്ചും പറയുന്നുണ്ട്. രണ്ടും ഒരു നേരത്തെ പറഞ്ഞല്ലോ ഓവർലാപ്പിംഗ് കൺസെപ്റ്റ് ആണെന്നുള്ളത്. ആ നിലയ്ക്ക് ഹോപ്പ് എന്ന് പറയുന്നത് അതിന് നല്ല ധൈര്യം വേണം. ഒപ്റ്റിമിസത്തെക്കാള് കുറച്ചും കൂടി കവറേജ് വേണം എന്തിന്, ഹോപ്പിന്. അതുപോലെ തന്നെ ഹോപ്പും ഒപ്റ്റിമിസം എന്ന് പറയുന്നത് രണ്ടും പോസിറ്റീവ് മോട്ടിവേഷണൽ ആൻഡ് പോസിറ്റീവ് എക്സ്പെക്ടേഷണൽ സ്റ്റേറ്റ് ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടും സൈക്കോളജിക്കൽ ഹെൽത്ത് ആണ് രണ്ടിന്റെയും ലക്ഷ്യമാക്കുന്നത്. പിന്നെ രണ്ടും എന്താവാണ്, ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി, സിമിലാരിറ്റികളാണ് പറയുന്നത്. രണ്ടും ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് രണ്ടും എന്ത് ചെയ്യുന്നത്, രണ്ട് കൺസെപ്റ്റ് ഉള്ളത്. ഇത് രണ്ടും നമ്മുടെ കൊഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ പാർട്ടാണ്. കൊഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ പാർട്ടാണ്. അത് മോട്ടിവേഷണൽ ഔട്ട്ലുക്സ് ടുവാർഡ്സ് ഫ്യൂച്ചർ രണ്ടും അങ്ങനെ തന്നെയാണ്. രണ്ടും എന്താണ്, വൈറ്റൽ പോയിന്റേഴ്സ് ആൻഡ് പ്രഡിക്റ്റേഴ്സ് ഓഫ് അവർ സൈക്കോളജിക്കൽ ഹെൽത്തും ആണ്. പിന്നെ നമ്മളെ ഇത് നന്നായിട്ട് നമ്മൾ ശേഷം വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ രണ്ടും എന്താണ്, ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ഇമേജ് ഫ്രം എ കോമ്പിനേഷൻ ഓഫ് ജെനറ്റിക്, കൾച്ചറൽ, എൻവയോൺമെന്റൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഹോപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്, ഒപ്റ്റിമിസത്തെ സ്വാധീനിക്കുന്നുണ്ട്.
ഒരു ജെനറ്റിക് ആണ്, കൾച്ചറൽ, എൻവയോൺമെന്റൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ബോത്ത് ഫീച്ചറിങ് ദി ബിലീഫ് ദാറ്റ് പ്ലസന്റ് ഇവന്റ്സ് വിൽ ഔട്ട്വേ ബാഡ് ഇവന്റ്സ് ഇൻ ദി ഫ്യൂച്ചർ. അപ്പോൾ ഒരു ബാഡ് ഇവന്റിനെ തള്ളിക്കളഞ്ഞ് ഒരു പോസിറ്റീവ് പ്ലസന്റ് ഇവന്റ് ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് രണ്ടിന്റെയും ഫീച്ചർ. ഇനി അതുപോലെ തന്നെ ഒപ്റ്റിമിസം എന്ന് പറയുന്നത്, hope separates itself from an institution of optimism by operating as an active force that can drive change and impact the future. അപ്പോ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഫോഴ്സ് ആൻഡ് ഡ്രൈവ് ചേഞ്ച് ആൻഡ് ഇമ്പാക്ട് ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ആക്റ്റീവ് ഫോഴ്സ് ആണ്, ഒരു ഡ്രൈവ് ആണ്, നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഡ്രൈവ് ആണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിമിസം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലാംഗ്വേജിൽ മുമ്പേ നമ്മൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തിട്ടുള്ള ഒരു പരീക്ഷണം പറയലുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ്, ഇതിവിടെ വെച്ചത് അതിന് വേണ്ടിയിട്ട് അറിയുന്നില്ല കേട്ടോ, കുടിക്കാൻ വേണ്ടി വെച്ചാണ്. ഇത് നമ്മൾ കാണുകയാണ്, ഇത് ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്താ, ഇതിങ്ങനെ കാണിക്കുമ്പോൾ എന്തെങ്കിലും ആൻസർ ചെയ്യും? ഇതിലിപ്പോ വെള്ളം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഒന്ന് പറയൂ ആരെങ്കിലും ഒരാള്. ഇത് ഗ്ലാസും വെള്ളവും ഇങ്ങനെ കാണിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? അതിൽ അര ഗ്ലാസ് വെള്ളം ഉണ്ടെന്ന് പറയും. യെസ്. വേറെ ആർക്കും ആൻസർ ഉണ്ടോ? വെള്ളത്തിന് മാത്രമേ ഗ്ലാസ് ഇല്ലേ? ആ ഓക്കെ, ഇപ്പൊ ഒരാൾ ആൻസർ ചെയ്തു. എന്ത്? ഗ്ലാസ് ഹാഫ് ഫുൾ. ഗ്ലാസ് ഹാഫ് ഫുൾ പേഴ്സൺ, ഇതൊരു കൺസെപ്റ്റ് ആണ്. ഗ്ലാസ് ഹാഫ് ഫുൾ പേഴ്സൺ, അതായത് ചില ആളുകൾ അത് പറയാം, അതിൽ അര ഗ്ലാസ്സേ വെള്ളമുള്ളൂ എന്ന് പറയും. ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം, അത്ര പോലെ. ചില ആൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറയും, ഇതില് ഒരു ഗ്ലാസ്സിൽ അരയോളം വെള്ളം ഉണ്ട് എന്ന് പറയും. രണ്ട് തോട്ടാണ്, ഒന്ന് ഒപ്റ്റിമിസ്റ്റിക് തോട്ടാണ്, ഒന്ന് പെസിമിസ്റ്റിക് തോട്ടാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം നെഗറ്റീവായിട്ട് എപ്പോഴും നെഗറ്റീവ് കാണുന്ന ആളുകൾ പറയും അതിൽ അര ക്ലാസ്സേ ഉള്ളൂ എന്ന് പറയും. അതാണ് ഒപ്റ്റിമിസം, രണ്ട് തമ്മിൽ ഡിഫറൻസ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പെസിമിസവും ഒപ്റ്റിമിസവും. ഒപ്റ്റിമിസം എന്ന് പറയുമ്പോൾ ആളുകൾ പറയാം അതിൽ അര ഗ്ലാസ് വെള്ളം ഉണ്ട് എന്നാണ് പറയാം. അപ്പം ഗ്ലാസ് ഹാഫ് ഫുൾ പേഴ്സൺ എന്നാണ് അത് പറയാ ഡെയിലി ലാംഗ്വേജിൽ മുമ്പേ ഉപയോഗിച്ച് വരുന്നൊരു യൂസേജ് ആണ് ഗ്ലാസ് ഹാഫ് ഫുൾ പേഴ്സൺ. ഒപ്റ്റിമിസ്റ്റ് ആയ ആളുകൾക്ക് പറയാണ് ഗ്ലാസ് ഹാഫ് ഫുൾ പേഴ്സൺ. ഇനി ഹോപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ വിശ്വാസമാണ്, അവരെ കുറിച്ച് തന്നെയുള്ള വിശ്വാസം. ആൻഡ് ദി ആക്ഷൻസ് ദേ പ്ലാൻ ആൻഡ് ടേക്ക് ടു റീച്ച് ദെയർ ഡിസൈർഡ് ഗോൾസ്. നല്ലോണം ഈ ടേം നല്ലോണം കണക്ട് ചെയ്ത് വെച്ചോളൂ. മെയിൻ ഡിഫറൻസ് ആണ് ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പും തമ്മിലുള്ളത്. ഇതാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളൂ, രണ്ടും ഡിഫറൻസ്. പിന്നെ വേറെ കുറച്ച് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഈ ഒരാൾ ആക്ഷൻ എടുക്കും, ഒപ്റ്റിമിസ്റ്റ് ആയ ആളുകളും എടുക്കും, ഹോപ്പുള്ള ആളുകളും എടുക്കും. പക്ഷെ ഹോപ്പുള്ള ആൾ എടുക്കുന്ന ആക്ഷൻ അത് പ്ലാൻ വെച്ചിട്ടായിരിക്കും. അയാളുടെ ഡിസൈർഡ് ഗോൾ എന്താണോ അത് നേടാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രാറ്റജിക് പ്ലാൻ ഉപയോഗിച്ചിട്ടാണ് അയാൾ ആക്ഷൻ എടുക്കുക. അതാണ് ഡിഫറൻസ്. ഒപ്റ്റിമിസ്റ്റ് ഉള്ള ആളുകൾ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആക്ഷൻ എടുത്തോളുന്നില്ല. അത് നല്ലൊരു വിശ്വാസം, ശുഭാപ്തി വിശ്വാസം അയാൾക്ക് ഉണ്ടാവും. ഞാൻ എങ്ങനെയെങ്കിലും കരകയറും, എല്ലാത്തൊന്നും എനിക്ക് രക്ഷ ഉണ്ടാവലുണ്ട്. പക്ഷെ അയാൾ പരാജയപ്പെട്ടേക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ഹോപ്പ് ഇല്ലാത്ത ആൾ പരാജയപ്പെട്ടേക്കാം. പക്ഷെ ഹോപ്പുള്ള ആൾ പരാജയപ്പെടാൻ സാധ്യതയില്ല. കാരണം അയാൾക്ക് പ്ലാൻ ഉണ്ടാവും, വ്യക്തമായ പ്ലാൻ ഉണ്ടാവും. മെയിൻ ഡിഫറൻസ് ഇതാണ്, വ്യക്തമായ പ്ലാൻ സ്ട്രാറ്റജി ഉണ്ടാവുക എന്നുള്ളതാണ് ഹോപ്പിന്റെ ഡിഫറൻസ്, ഹോപ്പും ഒപ്റ്റിമിസവും തമ്മിൽ. ഇനി നാച്ചുറൽ മെന്റൽ ഔട്ട്ലുക്ക് ലൈക്ക് ആൻ ആറ്റിറ്റ്യൂഡ് ഓർ ട്രേറ്റ്, ഇതാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. അത് മറ്റേതും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, ലൈക്ക് എ ഫീലിംഗ് ഓർ ഇൻ ഇമോഷൻ. ഫീലിംഗ് അല്ലെങ്കിൽ ഇമോഷൻ പോലെയുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ മോർ അബൌട്ട് പോസിറ്റീവ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അബൌട്ട് ആൻ ഇവന്റ് വിത്ത് നോ നീഡ് ടു വർക്ക് ഫോർ ഇറ്റ്. ഇതിന് വർക്ക് ചെയ്യണമെന്നില്ല, അയാളൊന്നും ചെയ്യണമെന്നൊന്നുമില്ല, അയാൾക്ക് അതിനോടുള്ള പോസിറ്റീവ് എക്സ്പെക്ടേഷൻ മതി ഒപ്റ്റിമിസത്തിന്. പക്ഷെ ഹോപ്പ് ആവുമ്പോഴോ മോർ അബൌട്ട് ദി എബിലിറ്റി ടു വർക്ക് ത്രൂ വിത്ത് ആൻ ആക്ഷൻ പ്ലാൻ ടു റീച്ച് ദി ഹോപ്പഡ് ഫോർ ഗോൾ. ഇതിൽ കുറെ റിപ്പീറ്റേഷനും വരും കേട്ടോ, അത് നമുക്ക് ഉപകാരമാണ് മനസ്സിലാക്കാൻ. പിന്നെ പറയുന്നത് വൺ ക്യാൻ ബി, നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ്, വൺ ക്യാൻ ബി എ ഹോപ്പ്ലെസ് ഒപ്റ്റിമിസ്റ്റിക്. ഒരാൾക്ക് ഹോപ്പ്ലെസ് ഒപ്റ്റിമിസ്റ്റിക്കും ആവാൻ കഴിയും, അതുപോലെ ഹോപ്പ്ഫുൾ പെസിമിസ്റ്റും ആവാൻ കഴിയും. എങ്ങനെ? ഒന്നും കൂടി. ഹോപ്പ്ലെസ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ
പ്രതീക്ഷയില്ലാത്ത ശുഭാപ്തി വിശ്വാസമുള്ള ആള് അങ്ങനെ ഉണ്ടാവും. എന്ത് മതി? പ്ലാൻ ഇല്ലാതെന്നാ മതി. അയാൾക്ക് പ്ലാൻ ഇല്ലെങ്കിൽ ഹോപ്പ് അല്ല. അപ്പം ഹോപ്പ്ലെസ് ഒപ്റ്റിമിസ്റ്റ് ആയി. ഇനി ഹോപ്പ്ഫുൾ പെസിമിസ്റ്റും ആവാം. നല്ല പ്ലാനും സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അയാൾക്ക് പിന്നെ ഈ ഒപ്റ്റിമിസം ഇല്ലെങ്കിൽ അയാൾ കുടുങ്ങും. കാരണം ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷണൽ ഒരു ഫോഴ്സ് ആണത് സത്യത്തിൽ. അത് നിർബന്ധമാണ്, ഓരോ മനുഷ്യനും നിർബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും. അതില്ലെങ്കിൽ അയാളെല്ലാം നെഗറ്റീവേ കാണുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ക്ലാസ് ഒക്കെ സംഘടിപ്പിച്ചാലും ഒക്കെ ഇങ്ങനെ സുഖമായിട്ട് പ്ലാൻ ഒക്കെ തയ്യാറാക്കി ഡെയിലി ക്ലാസ് ഒക്കെ കേൾക്കുകയാണെന്ന് വിചാരിച്ചോ. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് എക്സാം ആകുമ്പോൾ അയാൾ വിചാരിക്കും, എന്ത് ക്ലാസ് കേട്ടിട്ട് എന്താ, എനിക്കിതൊന്നും ഓർമ്മയിലും കിട്ടണില്ല, എനിക്ക് എക്സാം എഴുതാൻ പറ്റൂല, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒക്കെ ചെയ്യും, ലാസ്റ്റ് എനിക്ക് ഇത് തന്നെയാണ് എന്റെ ഗതി എന്നുള്ള ചിന്ത വന്നാൽ അത് പെസിമിസ്റ്റ് തോട്ടായി അയാൾ പരാജയപ്പെടും. പക്ഷെ അയാൾക്ക് ഹോപ്പ് ഇല്ല എന്ന് പറയാൻ കഴിയോ? ഹോപ്പ് ഉണ്ടായതുകൊണ്ടല്ലേ അയാൾ അതുവരെ എന്ത് ചെയ്തത്, ആ പ്ലാനൊക്കെ തയ്യാറാക്കി പഠിച്ചത്. അപ്പൊ അതാണ് ഹോപ്പ്ഫുൾ പെസിമിസ്റ്റ്, ഹോപ്പ്ലെസ് ഒപ്റ്റിമിസ്റ്റ്. ഓക്കെ, ഇനി അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ടേ. രണ്ടിനും ഓരോ എക്സാമ്പിൾ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. യു പ്ലാൻ ഫോർ എ മൗണ്ടൈൻ ട്രക്ക്. ഒരു മൗണ്ടൈൻ ട്രക്കിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യാണ്. നമ്മൾ വയനാട്ടിലേക്ക് പോയിട്ട് ഇപ്പം പോകണ്ട, പോലുണ്ടല്ലോ നമ്മൾ വയനാട് മൗണ്ടൈൻ ട്രക്കിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. യു ചെക്ക് ദി വെദർ ആൻഡ് ഫൈൻഡ് ദി ഫോർകാസ്റ്റ് സണ്ണി ആൻഡ് വാം ഫോർ ദാറ്റ് ഡേ. നല്ലൊരു കാലാവസ്ഥക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ അവിടെ ചെക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുമല്ലോ നമ്മൾ, നല്ല കാലാവസ്ഥയാണോ എന്നാലൊക്കെ നമ്മൾ പോവുള്ളൂ. അങ്ങനെ സോ നാച്ചുറലി യു ബിക്കം ഒപ്റ്റിമിസ്റ്റിക്. സോ എന്നിട്ട് ഇങ്ങനെ പറയാണ് എന്ത്, ഞാൻ പിന്നെ ഏതായാലും നല്ല കാലാവസ്ഥയൊക്കെ ആയിരിക്കും, ഞാൻ പോട്ടെ, ഞാൻ ഒരു മൗണ്ടൈൻ ട്രക്കിന് പോട്ടെ എന്നുള്ളത് നിങ്ങളിങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു ഒപ്റ്റിമിസ്റ്റിക് തോട്ടിലൂടെ നിങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ യു എക്സ്പെക്ട് ദി വെദർ ടു കോപ്പറേറ്റ് വിത്ത് യുവർ പ്ലാൻ. നിങ്ങൾ വിചാരിക്കുകയാണ് എന്ത്, വെതറൊക്കെ എന്നൊക്കെ അനുകൂലമായിട്ട് നിൽക്കും, ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല, നല്ല മഴക്കാലമായിരിക്കും കേട്ടോ. അപ്പോഴും ചിലപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ആയ തോട്ട് ചിലപ്പോൾ അയാൾ ഉണ്ടാവുക, ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല, ഞാൻ എന്താവും, എനിക്ക് ഇതൊക്കെ കഴിയും എന്നുള്ള ചിന്തയാണ് ഉണ്ടാവും. അതാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് ഒരു ഹോപ്പുള്ള ആള് ബട്ട് ഓക്കെ, ഏതായാലും ഒരു പിന്നെ ഹോപ്പുള്ള ആള്, ഇഫ് ദി ഫോർകാസ്റ്റ് ഈസ് ക്ലൗഡിൽ, ഒരു മേഘമുള്ള കാലാവസ്ഥയാണെന്ന് വിചാരിച്ചോ, വിത്ത് എ ചാൻസ് ഓഫ് റെയിൻ, നല്ല മഴക്കുള്ള ചാൻസും ഉണ്ട്. യു മേ സ്റ്റാർട്ട് ഹോപ്പിംഗ്. നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാം, നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടാവാം, ദ വെദർ വിൽ ബിക്കം ബെറ്റർ ഓൺ ദാറ്റ് ഡേ. ഇല്ല, എല്ലാം ശരിയാവും, മഴയൊക്കെ പോവും. എന്നിട്ട് ആ മഴയത്തും നല്ല മഴയത്തും ചിലപ്പോൾ നനഞ്ഞിട്ട് അവിടെ നിൽക്കും ഹോപ്പുള്ള ആളെ സംബന്ധിച്ചിടത്തോളം. while keeping their rain gear ready, but you may not be too optimistic about it. എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയി, നല്ലൊരു ഒപ്റ്റിമിസ്റ്റിക് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടാവും. കാരണം ഓൾറെഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയിട്ട് നിങ്ങൾ ഹോപ്പോടുകൂടി നിൽക്കുകയാണെന്ത്, നിങ്ങൾ മഴയൊന്നും ഉണ്ടാവില്ല, ഓക്കെ, ഒക്കെ റെഡിയാവും, എനിക്ക് പോകാൻ പറ്റും എന്നുള്ളത്. ആ രണ്ട് എക്സാമ്പിൾ ആണ് ഒപ്റ്റിമിസത്തിനും ഹോപ്പിനും കൊടുത്തിരിക്കുന്നത്. ഇനി ഒപ്റ്റിമിസ്റ്റത്തെ കുറിച്ച് മാത്രമുള്ള ചർച്ചകളിലേക്ക് പോവാണേ. ഈ ഒപ്റ്റിമിസം എന്ന് പറഞ്ഞ വേർഡ് തന്നെ വരുന്നത് ലാറ്റിൻ വേർഡ് ആണ്. അധികവും ലാറ്റിൻ വേർഡ് ആണ് പലതിനും ഉണ്ടാവുക. ഇപ്പോൾ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആണ്. അതിന് വരുന്നത് ഒപ്റ്റിമം എന്ന ഒരു ലാറ്റിൻ വേർഡ് നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് ബെസ്റ്റ് എന്നുള്ളതാണ്. ഒന്ന് മനസ്സിലായിക്കോളൂ. നിങ്ങൾ എല്ലാത്തിനും ഇതൊക്കെ ലിങ്ക് ചെയ്ത് എഴുതാൻ പറ്റുന്നതുകൊണ്ടാണ് ഒന്ന് പോസ് ചെയ്ത് പറയുന്നത്. ഒപ്റ്റിമിസം എന്നുള്ളത് ലാറ്റിൻ വേർഡ് എന്ന് വന്നാണ്. ലാറ്റിൻ വേർഡ് എന്താണ്? ഒപ്റ്റിമം എന്നാണ്. അതിന്റെ മീനിങ് ബെസ്റ്റ് എന്നാണ്. ഇനി സൈക്കോളജിയിൽ ഒപ്റ്റിമിസം എന്നുള്ളത് അതിനൊരു ഡെഫിനിഷൻ, കൃത്യമായിട്ട് ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഡെഫിനിഷൻ ഒന്ന് നല്ല ഓർമ്മിച്ച് വെച്ചോളൂ. എ സെറ്റ് ഓഫ് ബിലീഫ് ആൻഡ് ട്രേറ്റ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ഇൻ റിഫ്ലക്റ്റിംഗ് ഓൺ ദി പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് റാദർ ദാൻ ദി നെഗറ്റീവ് വൺസ്. നെഗറ്റീവിനെക്കാളും പോസിറ്റീവായ അസ്പെക്റ്റുകൾ പ്രതിഫലിപ്പിക്കുന്നതിൽ ഒരു പേഴ്സണെ, ഒരു വ്യക്തിയെ സഹായിക്കുന്ന അവന്റെ വിശ്വാസവും ട്രേറ്റുമാണ് എന്ത്? ഒപ്റ്റിമിസം. ഇറ്റ് ഈസ് എ പേഴ്സണാലിറ്റി പാറ്റേൺ ദാറ്റ് ഡിസ്പ്ലേസ് റെസിലിയൻസ് ആൻഡ് പേഴ്സണൽ സ്ട്രെങ്ത്. റെസിലിയൻസും പേഴ്സണൽ സ്ട്രെങ്ത്തും പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സണാലിറ്റി പാറ്റേൺ കൂടി ആണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ലാംഗ്വേജിൽ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. സുഖമാണ്, അങ്ങനെ ആ ടേം മനസ്സിലാക്കിയാൽ എഴുതാൻ സുഖമാണ്. ഇനി അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒപ്റ്റിമിസം ഈസ് ആൾ അബൌട്ട് ഹൗ വി പെർസീവ് തിങ്സ്. കൺസിഡർ ദി ഫോളോവിങ് എക്സാമ്പിൾ. ഈ എക്സാമ്പിളും കൂടി നമുക്ക് പറയാം. എ ആൻഡ് ബി ആർ ടു ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം ഏജ്. രണ്ടും ഒരേ, എയും ബിയും രണ്ടും ഒരേ വയസ്സുള്ള വ്യക്തികളാണെന്ന് വിചാരിച്ചോ. ആ രണ്ടും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്ന ആളുകളാണ് എയും ബിയും. പക്ഷെ രണ്ടാൾക്കും നല്ല സ്ട്രെസ്ഫുൾ കണ്ടീഷനിലാണ് അവർ ജീവിച്ചു പോകുന്നത്. അത് പിന്നെ ലോങ് ടേം ആയിട്ട് അവർക്ക് എന്തുണ്ട്?
മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അവർ സെപ്പറേറ്റ് ആയതുകൊണ്ട് നല്ല സ്ട്രെസ്ഫുൾ കണ്ടീഷനിലാണ് അവർ ഇങ്ങനെ പോകുന്നത് വിചാരിച്ചു. ആൻഡ് ദ ഇമോഷണൽ ടെർമോയിൽ ഹാസ് കംപ്ലീറ്റ്ലി ഷട്ടേർഡ് ബോത്ത് ദീസ് പേഴ്സൺസ് ഈക്വലി. ഹൗഎവർ ഇനി ബി ഡിസൈഡ് ടു ബി തീരുമാനിക്കുകയാണ് ടു ഫോക്കസ് ഓൺ ഹിസ് കരിയർ. നല്ല അവന്റെ കരിയറിൽ മാത്രം രണ്ടും സെപ്പറേഷൻ വന്നു, സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയത്ത് ബി പ്ലാൻ ചെയ്യാണ് അവന്റെ കരിയർ ഉഷാറാക്കണം, അവന്റെ ലൈഫിൽ നല്ല സക്സസ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണ്, അതിനു വേണ്ടി ശ്രമിക്കുകയാണ് അവന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് എയോ ഇമോഷണലായിട്ട് സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. ആൻഡ് ഫെയിൽസ് ടു ഫോഴ്സ് fail to foresee and any good things that might ever happen to him after this. ഇതിന് ശേഷമുള്ള എന്ത് നല്ല കാര്യം വരുമ്പോഴും അതിനൊക്കെ ഇനി ഇതിനൊന്നും എനിക്ക് കഴിയൂല, ഞാൻ ഇതിന്റെ അവസ്ഥയിലൊന്നല്ല ഉള്ളത്, എനിക്ക് ഇതിനൊന്നും സാധിക്കൂല എന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇതാണ് ഒപ്റ്റിമിസവും പെസിമിസവും. ഇതില് എന്താണ്? ഏതാണ്? ഒപ്റ്റിമിസ്റ്റ് ആണോ പെസിമിസ്റ്റ് ആണോ? പെസിമിസ്റ്റ്. കാരണം ഒന്നിലും എനിക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലിരിക്കും. ബി പ്ലാൻ ചെയ്തു അയാൾ കരിയർ ഉഷാറാക്കാൻ വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ട്. ഈ എക്സാമ്പിളും നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന സാധനമാണ്. ഇനി വ്യക്തമായിട്ട് ഈ ഉദാഹരണത്തിൽ പറയുന്ന ബി ഈസ് മോർ ഒപ്റ്റിമിസ്റ്റിക് ദാൻ എ. ഈവൻ ദോ ദേ ആർ അണ്ടർഗോയിങ് സിമിലർ സർക്കംസ്റ്റൻസസ് ഇൻ ലൈഫ്, ഒപ്റ്റിമിസം ഈസ് എസെൻഷ്യലി എ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് ആർക്കുണ്ട്? ഇവിടെ ബിക്ക് ഉണ്ട്. ആ മൈൻഡ് സെറ്റ് കൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അയാൾക്ക് പറ്റിയത്, ഒപ്റ്റിമിസം അയാളിലുള്ളത് കൊണ്ട്. ഇനി ഒപ്റ്റിമിസ്റ്റ് ആയ ആളുകൾ എപ്പോഴും നല്ലൊരു ഗുഡ് തിങ്സിന് സംഭവിക്കുന്നു മറ്റേ എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ ഇരിക്കുക. പക്ഷെ പെസിമിസ്റ്റ് ആയ ആളുകളോ അവർ പ്രെഡിക്റ്റ് ചെയ്യും, എനിക്ക് എന്തായാലും നല്ലത് വരൂല, എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇതിലൊന്നും എന്തായാലും നല്ല വരൂല എന്നുള്ളൊരു തോട്ടാണ് അയാൾക്ക് ഉണ്ടാവുക. ഇനി ഒപ്റ്റിമിസ്റ്റിക് ആയ ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സ് ആർ ലിങ്കഡ് ടു സെവറൽ ബെനിഫിറ്റ്സ്. ഭയങ്കര ബെനിഫിറ്റ് ആണ് ഒപ്റ്റിമിസ്റ്റ് ആയ ആളുകൾക്ക് ലൈഫിൽ ഉണ്ടാവുന്നത്. എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ നല്ല കോപ്പിംഗ് സ്കിൽസ് ഉണ്ടാവും, പിന്നെ സ്ട്രെസ് ലെവൽ വളരെ കുറവായിരിക്കും അവർക്ക്. നമ്മളെപ്പോഴും വളർത്തിയെടുക്കാൻ, ചെറിയ കുട്ടിയുണ്ട് കേട്ടോ, സോറി. അപ്പോൾ എപ്പോഴും നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. നമ്മളിലായാലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം ലേൺ ചെയ്തിട്ടാണ് നമ്മൾ ഏത് ബിഹേവിയർ ആയാലും ചെറുപ്പം മുതൽ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ലേൺ ചെയ്യേണ്ട ഐഡിയകളൊക്കെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ പാഠം. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക, നല്ല രസമാണ്. ഇതില് നമ്മൾക്ക് ഈ ഒപ്റ്റിമിസ്റ്റ് ആളുകൾക്ക് ഉണ്ടാകുന്ന ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ബെറ്റർ കോപ്പിംഗ് സ്കിൽസ് ഉണ്ടാവും, ലോവർ സ്ട്രെസ് ലെവൽ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് എഫക്ട് ചെയ്യൂല. നല്ല ഒപ്റ്റിമിസ്റ്റ് ഉണ്ടെങ്കിൽ സ്ട്രെസ് എഫക്ട് ചെയ്യൂല. അയാൾ അപ്പോഴും ചിന്തിക്കുക, ചിലപ്പോൾ ദൈവവിശ്വാസിക്കാണെങ്കിൽ എന്നെ ദൈവം കൈവിട്ടൂല, കാരണം ഞാൻ വല്ല ഒരു പിന്നെ ഇതിൽ ആരെയും ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഇനി എന്ത് ബുദ്ധിമുട്ട് വന്നാലും വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, അത് അയാൾ തരണം ചെയ്യും. ആ ഒരു തോട്ടിൽ അയാൾ പറയും എന്നെ ദൈവം കൈവിടൂല എന്നുള്ള ചിന്തയായിരിക്കും അയാൾക്ക് ഉണ്ടാവും അവസാനം. മറ്റുള്ള ബെറ്റർ ഫിസിക്കൽ ഹെൽത്തും ഇതിലൂടെ ഉണ്ടാവും. ആൻഡ് ഹയർ പെർസിസ്റ്റൻസ് വെൻ പെർസ്യൂയിങ് ഗോൾസ്. നല്ല പെർസിസ്റ്റൻസും എന്തുണ്ടാവും? ഒപ്റ്റിമിസ്റ്റിക് ആയ ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ എത്രത്തോളം എന്ന് വെച്ചാൽ അവസാനം വരുന്നുണ്ട് അത്. നല്ല ഹോപ്പും ഒപ്റ്റിമിസ്റ്റൊക്കെ ഉള്ള ആളുകൾക്ക് പുതിയ റിസർച്ച് പ്രകാരം ക്യാൻസർ അസുഖം വരെ സുഖപ്പെടുന്നുണ്ട്. ഇപ്പൊ പുതിയൊരു സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞൊരു സ്കൂൾ ഓഫ് തോട്ട് വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. ഞാൻ പഠിച്ചപ്പോൾ പുറത്തുനിന്ന് കിട്ടിയതാണ്, സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതാണ്, നമ്മളെ മൈൻഡിലുള്ള ഇത്തരം സ്റ്റേറ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് നമ്മളെ നെഗറ്റീവ് തോട്ടിനെയും നെഗറ്റീവ് കൺസെപ്റ്റിനെയൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഫിസിക്കൽ ഹെൽത്ത്, പിന്നെ ന്യൂറോൺസിന്റെ വർക്കിനെയൊക്കെ അത് എഫക്ട് ചെയ്ത് ഫിസിക്കൽ ഹെൽത്തിനെ വരെ അത് എഫക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മുമ്പേ ഒരു ക്ലാസ് കേട്ട ഒരു ഹോസ്പിറ്റൽ വരെ ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണെന്ന് നമുക്ക് ഓർമ്മയില്ല. ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട്. അതിൽ അവർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഇതാണ്, ഒപ്റ്റിമിസം വളർത്തുക, ഹോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഉള്ളൂ. അതിലൂടെ തന്നെ അവർക്ക് എന്തുണ്ട്, അവരെ മൈൻഡ് സെറ്റ് മാറുന്നു. ആ മൈൻഡ് സെറ്റ് മാറലോടുകൂടി ന്യൂറോൺസിനെ എഫക്ട് ചെയ്യുന്നു. ആ രോഗത്തെ നമുക്ക് തന്നെ കുറേ ഫേസ്ബുക്കിലും മറ്റൊക്കെ ഷെയർ ചെയ്യുന്ന മെസ്സേജുകൾ കാണാറുണ്ടല്ലോ. ചില ആളുകളൊക്കെ ക്യാൻസർ പേഷ്യന്റ് ഒക്കെ വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് പിന്നെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള എഴുത്തുകളും അവരുടെ സംസാരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അവർക്ക് ലൈഫ് ലോങ് അവർക്ക് പെയിന് ഇല്ലാതെ അവർ ജീവിക്കുന്നുണ്ട്. ആ ക്യാൻസർ അസുഖം വരെ മാറിയ ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇത് നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മൾ ലൈഫിൽ ഉണ്ടാക്കേണ്ട എന്ന് ഒന്നുകൂടി അത് പറയാണ്. ബേസ്ഡ് ഓൺ എ കണ്ടംപററി റിസർച്ച്, ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അടുത്ത റിസർച്ച് പ്രകാരം 2 ഡൊമിനന്റ് അപ്രോച്ച് ആൻഡ് തിയററ്റിക്കൽ മോഡൽസ് ടു ഒപ്റ്റിമിസം വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. ഒന്ന് പിന്നെ ഡിസ്പൊസിഷണൽ ഒപ്റ്റിമിസം, അത് ഷെയർ ആൻഡ് കാവർ 1985 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു തോട്ടാണ്.
തിയററ്റിക് അപ്രോച്ചാണ് ഇത് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഒപ്റ്റിമിസം ആസ് ആൻ എക്സ്പ്ലനേറ്ററി സ്റ്റൈൽ, അത് സെലിഗ്മാൻ്റെതാണ്. ഒപ്റ്റിമിസം ആസ് ആൻ എക്സ്പ്ലനേറ്ററി സ്റ്റൈൽ എന്നുള്ളത് 1990 വന്നതാണ്. 1985 ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം. അത് എന്താണ് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് നമുക്ക് പറയാം. അടുത്തതാണ് ചർച്ച. ഇനി ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു അപ്രോച്ച് ഷെയറും കാർവറും 1985 ഉണ്ടാക്കിയ ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്താണെന്ന് നമുക്ക് പറയാം. ഈ ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് അതൊരു ബേസ്ഡ് ഓൺ തിയററ്റിക്കൽ മോഡൽസ് ആണ്. അത് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ഹ്യൂമൻ ബിഹേവിയർ ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് എക്സ്പെക്ടേഷൻ. ഓക്കെ, ഇതിൽ ഇവർ പറയുന്നത്, ഷെയർ ആൻഡ് കൊളീജ് അവർ വാദിക്കുന്നതെന്ന് വെച്ചാൽ ഒപ്റ്റിമിസ്റ്റിക് പീപ്പിൾ ഇൻ ദി ഫേസ് ഓഫ് ഡിഫിക്കൽട്ടീസ്, അവരുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർ എന്ത് ചെയ്യാണ്, അവരുടെ വാല്യൂഡ് ഗോൾസിനെ അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. മാത്രമല്ല അവർ സ്വയം അവരുടെ പേഴ്സണൽ സ്റ്റേറ്റിനെ അവർ കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്തിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് അവർ റെഗുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അവർ ശ്രമിക്കുകയാണ് അവരുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളതാണ് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഇതിനൊരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എ ഗ്ലോബൽ എക്സ്പെക്ടേഷൻ അതായത് ഡിസൈഡ് തിങ്സ്, ബെറ്റർ തിങ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് തിങ്സ് ദാൻ ബാഡ്, അതായത് അൺഡിസൈറബിൾ തിങ്സ് വിൽ ഹാപ്പൻ ഇൻ ദി ഫ്യൂച്ചർ. ഇവർക്ക് ഒരു ഗ്ലോബൽ എക്സ്പെക്ടേഷൻ ആണ് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം. ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് ഓർമ്മിച്ചോ. ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് ഇത് ഗ്ലോബൽ എക്സ്പെക്ടേഷൻ ആണ് ദാറ്റ് ബെറ്റർ തിങ്സ് ദാൻ ബാഡ് തിങ്സ്, അത്രേ വേണ്ടു, ദാറ്റ് ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ ഇൻ ദി ഫ്യൂച്ചർ. ഇതൊരു ഗ്ലോബൽ എക്സ്പെക്ടേഷൻ. അതിന്റെ ശരിക്കും എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഇത് ആസ് എ പേഴ്സണാലിറ്റി ട്രൈറ്റ് ഇറ്റ് ഈസ് പെർസ്യൂമഡ് ടു ബി സ്റ്റാബിൾ വിത്ത് ലിറ്റിൽ സ്കോപ്പ് ഓഫ് ചേഞ്ച് and is alternatively described as big optimism. ഇത് ഒരു ബിഗ് ഒപ്റ്റിമിസം എന്ന് പേരുണ്ട് ഈ ഒപ്റ്റിമിസത്തിന്. എന്തുകൊണ്ടാണ് നമുക്ക് പറയാം. ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് പോലെയാണ്. ഒപ്റ്റിമിസം എല്ലാവർക്കും ലേൺ ചെയ്തെടുക്കാൻ പറ്റും, ശരിയാണ്. ചില ആളുകൾ ജനറ്റിക്കലി അവർക്ക് എന്തുണ്ടാവും, ഒരു ട്രൈറ്റ് പോലെ അവരിൽ ഒപ്റ്റിമിസം ഉണ്ടാവും. അത് നിങ്ങൾക്ക് നമ്മളിടയിൽ ആളുകളെ കാണാൻ പറ്റും. ചില ആളുകളോട് നമ്മൾ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും അവർക്ക് യേശൂല. നമ്മൾ ചിലപ്പോൾ അവരെ തളർത്താൻ വേണ്ടിയിട്ടൊക്കെ ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് പറയാണെന്ന് വിചാരിച്ചോ, അവരതിനെ സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് പറയും എന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അവരത് യേശൂല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം ഉള്ള ആളുകളായിരിക്കും. അവരെ ട്രൈറ്റ് തന്നെ, ആ ട്രൈറ്റ് രൂപപ്പെടുന്നത് ചിലപ്പോൾ ജനറ്റിക്കൽ ആയിരിക്കാം കേട്ടോ, അതിന് ഫാക്ടേഴ്സ്. പക്ഷെ അവരുടെ ഫാമിലി നമ്മുടെ പാരന്റിങ് സ്റ്റൈലൊക്കെ അതിന് എഫക്ട് ചെയ്തിട്ടുണ്ടാവും എന്നും പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഉണ്ടാവുന്ന അതിനാണ് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. പക്ഷെ ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്നതല്ല, ഇത് ഉണ്ടാവുന്നതാണ്, ജനറ്റിക്കലി ഉണ്ടാവുന്ന സാധനമാണ്. അത് ചില ആളുകൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ കാര്യത്തിലും ഉണ്ടാവുക. അപ്പൊ അവരെപ്പോഴും പോസിറ്റീവ് ഇമോഷൻ ആയിരിക്കും, പോസിറ്റീവ് മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് ഒപ്റ്റിമിസം എന്ന് പറയുന്ന സാധനം അത് ലേൺഡ് ഒപ്റ്റിമിസം ഉണ്ട്, അത് പഠിച്ചെടുക്കാൻ പറ്റുന്നതുണ്ട്. ഓക്കെ, അതാണ് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസവും തമ്മിൽ. ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഗ്ലോബൽ എക്സ്പെക്ടേഷൻ ആണ്, എന്തിന് ബെറ്റർ തിങ്സ് ദാൻ ബാഡ് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ഗ്ലോബൽ എക്സ്പെക്ടേഷൻ അത് അവരിൽ ഉണ്ടാവുന്ന ഒരു ട്രൈറ്റ്, പേഴ്സണാലിറ്റി ട്രൈറ്റ് പോലെയാണ്. അതിന്റെ ഡിഫറൻസ് പേഴ്സണാലിറ്റി ട്രൈറ്റ് പോലെയുള്ള സാധനമാണ് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം. അതിനെ ഇവരെന്താണ് ഈ ഷെയറും ആൻഡ് കൊളീജും കൂടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ്, ഇങ്ങനെ ഒരു ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം ഉണ്ട് മനുഷ്യരിൽ എന്ന് കണ്ടെത്തുന്നത്. നേരെ മറിച്ച് ഒപ്റ്റിമിസം എന്നുള്ളത് സെലിഗ്മാന്റെ കൺസെപ്റ്റ് ആണ്. അയാൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് പറഞ്ഞൊരു ടേമിനെ കുറിച്ച് ചർച്ച ചെയ്തത് ഇവരാണ്. ഇനി ഷെയർ ആൻഡ് കാവർ ഫസ്റ്റ് ഡിസ്കസ്ഡ് ദി കൺസെപ്റ്റ് ഓഫ് ഒപ്റ്റിമിസം ഇൻ ദ തിയറി ഓഫ് സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ടായിരുന്നു. അതിലാണ് ഈ വിഷയം അവർ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇറ്റ് വാസ് കൺസെപ്റ്റലൈസ്ഡ് ടു ബി എ പേഴ്സണാലിറ്റി ഡയമെൻഷൻ ആണ്. ലേറ്റർ ദേ കോയിൻഡ് ദി ടേം ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം. അവര് പേഴ്സണാലിറ്റി ഡയമെൻഷൻ ആ ചർച്ച ചെയ്യുന്ന വിഷയത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നത്. അത് എന്താണ് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന ടേമിൽ പിന്നീട് അവർ അതിനെ പേര് നൽകി. ഈ ഒരു മോഡല് മോസ്റ്റ് പോപ്പുലർ മോഡൽ ഓഫ് ഒപ്റ്റിമിസം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരിഗണിക്കപ്പെടുന്നുണ്ട് ഇതിനെ. ഇത് റിലേറ്റീവ്ലി സ്ട്രോങ്ങർ കൺസ്ട്രക്ട് വാലിഡിറ്റി എവിഡൻസ്, അതും ഇതിനുണ്ട്. റിലേറ്റീവ്ലി സ്ട്രോങ്ങർ കൺസ്ട്രക്ട് വാലിഡിറ്റി എവിഡൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്.
അവരിത് നല്ല പഠനം നടത്തിയിട്ടൊക്കെ ചെയ്തതായിരിക്കും. പല പോസിറ്റീവായിട്ട് മാത്രമുള്ള ആളുകളെയൊക്കെ എടുത്ത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെയൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. സ്ട്രോങ്ങർ കൺസ്ട്രക്ട് വാലിഡിറ്റി എവിഡൻസ് ഉണ്ട് ഈ ഒരു പഠനത്തിന്. ഏതായാലും ചില പഠനങ്ങൾ ഹാവ് ഷോൺ ദാറ്റ് ദി റേറ്റ് ഓഫ് ഒപ്റ്റിമിസം ടു ബി ചേഞ്ചബിൾ ഓവർ ടൈം ടു സം എക്സ്റ്റെന്റ്. ഈ ഒപ്റ്റിമിസത്തിന്റെ ഇതൊരു ഡയമെൻഷൻ പോലെയാണ്. ചില സമയത്ത് അത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ചില ആളുകൾ ഒപ്റ്റിമിസത്തിന്റെ ലെവൽ ഹൈ ആവാം, ഡൗൺ ആവാം, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നും ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ അടുത്ത് വന്ന പഠനങ്ങളും ഇതൊക്കെയാണ്. ഈ നമുക്കറിയാതെ പോസിറ്റീവ് സൈക്കോളജി തന്നെ കുറച്ച് കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ വന്നിട്ട്. ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും സ്കോപ്പുള്ള ഒരു സംഗതി കൂടിയാണ്. അപ്പോ ഇപ്പൊ ഈ ടേമുകളൊക്കെ കൊണ്ടുവന്ന ആളുകൾ പോലും യൂട്യൂബിലൊക്കെ ഇപ്പോഴും അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്, ഓരോ ഇത് ചെയ്ത ആളുകളെയൊക്കെ. ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം ഈസ് ടിപ്പിക്കലി മെഷേർഡ് വിത്ത് ദി ലൈഫ് ഓറിയന്റേഷൻ ടെസ്റ്റ്. നമുക്ക് ഈ ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം എന്ന് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞല്ലോ, ഇവര് അത് ഒരു പഠനം നടത്തിയെന്ന് മാത്രമൊന്നല്ല, അവര് നല്ല സയന്റിഫിക് ആയിട്ട് അതിന് ടൂൾ വരെ, അത് കണ്ടുപിടിക്കാനുള്ള ടൂൾ വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് LOT, ലൈഫ് ഓറിയന്റേഷൻ ടെസ്റ്റ്. ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഇതാക്കും. ചില ആൾക്ക് അത് ഉണ്ടാവില്ല കേട്ടോ, അയാളെല്ലാം നെഗറ്റീവ് അടിക്കും. അത് അങ്ങനത്തെ ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം ഇല്ലാത്തവരാണ് അത് ചെയ്യുക. അപ്പോ LOT എന്ന് പറഞ്ഞ ടേം അവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് LOTR എന്നും പറഞ്ഞിട്ട്. LOTR എന്നും പറഞ്ഞിട്ട്, അതായത് ലൈഫ് ഓറിയന്റേഷൻ ടെസ്റ്റ്. പിന്നെ പറയുന്നത് ഇതിന്റെ ഒരു രീതി പറയുന്നുണ്ട് LOTയുടെ. അത് ഒരു പാർട്ടിസിപ്പൻസിനോട് ചോദിക്കുകയാണ്, കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അവര് ഈ ഒരു തോട്ടിപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പൊ കുറെ ആൾ വ്യത്യസ്ത ആൻസർ ചെയ്തല്ലോ, അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ട് അതിൽ ആൻസർ ഉണ്ടാവുക എഗ്രി, ഡിസഗ്രി, സ്ട്രോങ്ലി എഗ്രി, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അതിനൊക്കെ ഓരോ മാർക്ക് കൊടുത്ത് ആ രീതിയിലാണ് ഈ LOTR അവർ അറേഞ്ച് ചെയ്തത്. ഇത് സ്കോറിങ്, ഇതിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പെസിമിസ്റ്റ് ആണോ ഒപ്റ്റിമിസ്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസ്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി റിവൈസ്ഡ് ഫോം എന്ന് പറയുന്നത് ഇതിൽ 4 പോയിന്റും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റേറ്റിംഗ് സ്കെയിൽ ഓൺ 10. അതിൽ പിന്നെ വരുന്നത് വെച്ചാൽ ഇപ്പൊ റിവൈസ് ചെയ്ത സ്ഥാനത്തിൽ ഒന്നും കൂടി അവർ സ്ട്രക്ചർ ചെയ്തു അതിനെ. എന്നിട്ട് ഓൺ 10 സെൽഫ് റിപ്പോർട്ടഡ് സ്റ്റേറ്റ്മെന്റ് ആണ് അതിലുള്ളത്. അതിൽ 3 ക്വസ്റ്റ്യൻ ഒപ്റ്റിമിസം അളക്കാനുള്ളതായിരിക്കും. 3 ക്വസ്റ്റ്യൻ പെസിമിസം, അവരിലുള്ള പെസിമിസം അളക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ 4 എണ്ണം അതുകൂടി അതിന്റെ ഫില്ലേഴ്സ് ആയിട്ടും 4 ചോദ്യം ഉൾപ്പെടുത്തി മിക്സ് ആയിട്ടും. അങ്ങനെയാണ് ഈ ഒരു ഇതിന്റെ ക്വസ്റ്റ്യനെയറും അവർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം അതിൽ പറയുന്നുണ്ട് കുറച്ച് അഡാപ്റ്റീവ് സൈക്കോളജിക്കൽ ക്വാളിറ്റീസുമായിട്ട് ഇതെന്താകുന്നുണ്ട്, അക്കംപനീസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് പറയാണ്. അതിൽ ജസ്റ്റ് വായിച്ചു പോകാനേ ഉള്ളൂ. ഈ പിന്നെ ഇവർക്ക് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം ഉള്ള ആളുകൾക്ക് എന്തായിരിക്കും, ലെസ് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ആയിരിക്കും, ഡീൽ വിത്ത് സ്ട്രെസ്സസ് മോർ ആക്റ്റീവ്ലി ആൻഡ് മോർ അഡാപ്റ്റീവ്ലി, had more academic and professional success, have more successful social relationship and are associated with good health. മനസ്സിലാവുന്നതുകൊണ്ട് പറയുന്നില്ല. ഇങ്ങനെ ഈ ക്വാളിറ്റി ഒക്കെ ആർക്കുണ്ടാവും, ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം ഉള്ള ആളുകൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നു. ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ്, മടുത്തിട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ, പ്രൊസീഡ്. ലേൺഡ് ഒപ്റ്റിമിസം. ലേൺഡ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒപ്റ്റിമിസം പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റിയാണ്. എല്ലാവരും ലൈഫിൽ പഠിച്ചെടുക്കേണ്ട സംഗതിയാണ്. അല്ലെങ്കിൽ ഭയങ്കര ലൈഫിൽ വൻ പരാജയമായിരിക്കും. ഇതുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലേൺഡ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ, പിന്നെ ലേൺഡ് ഒപ്റ്റിമിസം ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് ലേണിംഗ് ദി എബിലിറ്റി ടു വ്യൂ ദി വേൾഡ് ഫ്രം എ പോസിറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ. നമ്മൾ ലോകത്തെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട് അയാളിൽ വളർത്തിയെടുക്കുന്ന ഒരു എബിലിറ്റിയാണ് ഈ ലേൺഡ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. ഓക്കെ, അതേ രൂപത്തിൽ ലേൺഡ് ഒപ്റ്റിമിസം, ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ഈ 2 ടേമും ഇവർ പറയുന്നുണ്ട്. ലേൺഡ് ഒപ്റ്റിമിസം ഉണ്ട്, ലേൺഡ് ഹെൽപ്ലെസ്നെസ്സും ഉണ്ട്. ഒരാൾ ചിലപ്പോൾ അയാൾക്ക് എന്തുണ്ടാവും, പിന്നെ ഇത് ഒപ്റ്റിമിസം ഉണ്ടാവും, ചിലപ്പോൾ ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം ഉണ്ടാവും. പക്ഷെ എപ്പോഴും നമ്മളെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ CBT-യിലൂടെ ഒക്കെ ചേഞ്ച് ചെയ്ത് വരുത്തുന്നുണ്ടല്ലോ, അതുപോലെ നമ്മൾ സെൽഫിനെ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ തോട്ടുകളും ഇമോഷനും ഒക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അയാൾ പെസിമിസ്റ്റ് ആയി മാറും. അതാണ് അയാൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയും. അയാൾക്ക് ലാസ്റ്റ് ഫുൾ നിരാശ ഉണ്ടാവുക, എന്നെ ആരും സഹായിക്കാനില്ല, എനിക്ക് ഒന്നിനും കഴിയൂല എന്നുള്ള ചിന്തയിലേക്ക് അയാൾ പോകും. അയാളെ തോട്ട് പാറ്റേൺ അങ്ങനെ മാറും. അയാൾക്ക് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള അയാളെ സാഹചര്യം ഒന്നും മാറ്റാൻ കഴിയില്ല എന്നുള്ള വിശ്വാസമായിരിക്കും
എപ്പോഴും ഉണ്ടാവുക. എപ്പോഴും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ? ആ ബ്രെയിനും ഓട്ടോമാറ്റിക്കലി അങ്ങനെ മാറും. നിനക്ക് സാധിക്കൂല നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അപ്പൊ എനിക്ക് സാധിക്കേണ്ട മതി എന്ന് വിചാരിക്കും അല്ലെ. നേരെ തിരിച്ച് ലേൺഡ് ഒപ്റ്റിമിസം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളൊക്കെ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറാനോ പാട്ട് പാടാനോ കഴിവൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിവുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും? ടീച്ചേഴ്സിൽ പങ്കുണ്ട് കേട്ടോ ലേൺഡ് ഒപ്റ്റിമിസത്തിൽ, പേരൻസിനും ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നിനക്ക് കഴിയോടാ, നിനക്ക് ഉഷാറായിട്ട് കഴിയും, നീ അന്ന് ആ മത്സരത്തിൽ പങ്കെടുത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അങ്ങ് തള്ളിയിട്ട് വിടും. അപ്പോ ചിലപ്പോൾ ആ കുട്ടിയായിരിക്കും ജയിക്കുക. എന്തുകൊണ്ടാ? ആ ഒപ്റ്റിമിസം ആ കുട്ടിയിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ്. എനിക്ക് അയക്കാൻ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് സ്വന്തം ഉണ്ടാക്കാൻ പറ്റും. അയക്കാൻ എനിക്ക് കഴിയും, എനിക്ക് PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ കഴിയും, അത് സ്റ്റാർട്ട് അല്ല എന്തായാലും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെ വിചാരിച്ചിട്ട് അതാണ് ഒപ്റ്റിമിസം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പിന്നെ നേരെ മറിച്ച് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റ്. പിന്നെ നമുക്ക് കഴിയില്ലടാ, എനിക്ക് എന്തായാലും എനിക്ക് കഴിയൂല, എനിക്കിത് കഴിയൂല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ബ്രെയിൻ അങ്ങനെ സെറ്റ് ആവും, കഴിയൂല. പിന്നെ നമ്മൾ നോക്കിയാൽ തന്നെ ഒന്നും കഴിയൂല. മനസ്സിലാവാത്ത വേറെ ആളോട് ചോദിച്ചിട്ടൊക്കെ ഒപ്റ്റിമിസ്റ്റ് ഉള്ള ആളുകൾ വേറെ ആൾ ചോദിച്ചിട്ടോ മറ്റോ മനസ്സിലാക്കി അല്ലെങ്കിൽ ക്ലാസ് കേട്ടിട്ട് അത് കവർ ചെയ്യും. നമ്മളെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് മാത്രം. അപ്പോ പിന്നെ പറയുന്നത് പീപ്പിൾ ഇൻ എനി സിറ്റുവേഷൻ ക്യാൻ ബെനിഫിറ്റ് ഫ്രം പ്രാക്ടീസിങ് ലേൺഡ് ഒപ്റ്റിമിസം. ഈ ഒപ്റ്റിമിസം ഏത് സിറ്റുവേഷനിലുള്ള ആളുകൾക്കും നമ്മൾ പറഞ്ഞ തന്നെ ലേൺഡ് ഒപ്റ്റിമിസം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വലിയ ബെനിഫിറ്റുകൾ ഉണ്ട്. ഈ കൺസെപ്റ്റ്, സൈക്കോളജിയിലെ കൺസെപ്റ്റ് തന്നെ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ എന്ത് ചെയ്യാണ്? ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പുതിയ വഴികൾ അവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ടഫ് സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ വഴികൾ കണ്ടെത്തി കൊടുക്കാനാണ് ഈ കൺസെപ്റ്റ് തന്നെ വന്നത്. അതായത് ലേൺഡ് ഒപ്റ്റിമിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അവർ ഡെവലപ്പ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്, അവരുടെ ഓവറോൾ വെൽബീയിങ് ഉണ്ടാക്കാൻ. ഈ പോസിറ്റീവ് സൈക്കോളജിന്റെ വെൽബീയിങ് ഫ്ലറിഷിങ് ഉണ്ടാക്കാനാണല്ലോ ആ ടേം എല്ലായിടത്തും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടേം ഇവർ ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ എപ്പോൾ നിരാശയോടെ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ട? നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ലേൺഡ് ഒപ്റ്റിമിസം ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ തോട്ടിലൂടെ മാറ്റി നമുക്ക് ഒപ്റ്റിമിസം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും എന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു കൺസെപ്റ്റിലൂടെ. ഇനി ലേൺഡ് ഒപ്റ്റിമിസം മോഡൽ, ആൾസോ നോൺ ആസ് ഒപ്റ്റിമിസം ആസ് ആൻ എക്സ്പ്ലനേറ്ററി സ്റ്റൈൽ എന്ന പേരും ഇതിനുണ്ട്. രണ്ടും സെയിം സാധനം തന്നെയാണ്. ലേൺഡ് ഒപ്റ്റിമിസം, ഇത് ഒപ്റ്റിമിസം ആസ് ആൻ എക്സ്പ്ലനേറ്ററി സ്റ്റൈൽ എന്നൊരു പേരും ഉണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ, 2 റിസർച്ച് ആയിരുന്നു. ഒന്ന് 1985 ആരുതായിരുന്നു ഓർമ്മയുണ്ട? ഷെയർ ആൻഡ് കാർവറിന്റെ. പിന്നെ വേറൊന്ന് പറഞ്ഞല്ലോ, ഒരാളെയും കൂടെ പേര് ഓർക്കുന്നുണ്ടോ? നമ്മളെ പരിചയമുള്ള ഒരാളായിരുന്നു. സെലിഗ്മാൻ അല്ലേ? കവർ ഒന്ന് ഷെയർ ആൻഡ് കൊളീഗ്സ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സെലിഗ്മാൻ 1990. അയാള് സെലിഗ്മാന്റെ ഈ ഒരു ഇതിൽ ഒപ്റ്റിമിസം ആസ് ആൻ എക്സ്പ്ലനേറ്ററി സ്റ്റൈൽ എന്നൊരു ടേമാണ് അദ്ദേഹം നൽകിയത്. ഇനി പറയുന്നത് ഈ പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ ഈ ഒരു ഇൻ ദീസ് എക്സ്പ്ലനേറ്ററി സ്റ്റൈൽസ് ടെൻഡ് ടു ബി സെന്റേർഡ് ഓൺ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. കുറച്ച് ഡിഫറൻസുകൾ. പിന്നെ ഒന്ന് പെർമനൻസ് ആണ് പറയുന്നത്. ഒരു ഒപ്റ്റിമിസ്റ്റ് ആളുകൾ എപ്പോഴും ടെൻഡ് ടു വ്യൂ ബാഡ് ടൈംസ് ആസ് ടെമ്പററി. ഒരു പിന്നെ അവര് ബാഡ് തിങ്സ് അവർക്ക് ഉണ്ടാവില്ല എന്നില്ല കേട്ടോ. ഇപ്പൊ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയ ആളുകൾക്ക് ഒരിക്കലും നെഗറ്റീവ് തോട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട, അയാൾ ഉണ്ടാവാം. പക്ഷെ ആ നെഗറ്റീവ് തോട്ട് ഓവർകം ചെയ്യാൻ അയാൾക്ക് ഈസി ആയിരിക്കും ഒപ്റ്റിമിസ്റ്റ് ഉള്ള ആളുകൾക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ എപ്പോഴും പോസിറ്റീവ് ആയിക്കൊള്ളണമെന്നില്ല, അത് വേറെ ഒന്ന് വരുന്നുണ്ട്, വേറെ ടേം അങ്ങനെ ഉള്ള ആളുകൾക്ക്. അപ്പോ ഇവരെന്ത് ചെയ്യാം? ഇതിനെ ബൗൺസ് ചെയ്യാൻ, ഈ ബാഡ് തിങ്സിനെ ബൗൺസ് ചെയ്ത് അവർക്ക് ഒരു നല്ല ഗുഡിലേക്ക് തോട്ടിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് സാധിക്കും. അപ്പം അതാണ് ഇവർ ഇതിൽ പറയുന്ന ഒരു വിഷയം. പിന്നെ ഒന്ന് പെർവേസീവ്നെസ് ആണ്. ഇവര് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഒരു കാര്യത്തിൽ ഇവർ ഫെയിൽ ആവുകയാണെങ്കിൽ അവർ വിശ്വസിക്കുക ദേ വിൽ ഫെയിൽ അറ്റ് എവരിതിങ്, എല്ലാ കാര്യത്തിലും അവർക്ക് പരാജയം ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്തയാണ് അവർക്ക് ഉണ്ടാവുക. അതാണ് പെർവേസീവ്നെസ് എന്ന് പറയുന്നത്. പിന്നെ ഇവർ പറയുന്ന മറ്റൊന്ന് പേഴ്സണലൈസേഷൻ. അതായത് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്റെ കാരണം കൊണ്ട്, ഓൺ എഫോർട്ട്, പിന്നെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ജയിച്ചതാണെന്നുള്ള ചിന്തയായിരിക്കും പേഴ്സണലൈസേഷൻ. വൈൽ പെസിമിസ്റ്റ് ലിങ്ക് ഗുഡ് ഔട്ട്കംസ് ടു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. അവിടെയും പെസിമിസ്റ്റ് എന്താ ആലോചിക്കുക അറിയോ?
ആ ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇത് ജയിച്ചു നോക്കണ്ട, ഇത് എന്റെ കൈ കൊണ്ട് ജയിച്ചൊന്നുമല്ല, ഇത് പിന്നെ എന്താ ഇതാണ് കുറച്ച് എക്സാം ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ഈസി ആയതുകൊണ്ട് ജയിച്ചതാണ് എന്നുള്ള രീതിയിലായിരിക്കും പെസിമിസ്റ്റ് ചിന്തിക്കുക. ഇനി കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ പോസിറ്റീവ് ഇവന്റ്സ് വരുന്ന സമയത്ത്. ഉദാഹരണത്തിന് ഒപ്റ്റിമിസ്റ്റ് എങ്ങനെയാണ് ചിന്തിക്കുക, പെസിമിസ്റ്റ് എങ്ങനെയാണ് ചിന്തിക്കാനൊക്കെ പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ കുറെ പറഞ്ഞതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഇതിൽ. പിന്നെ ഒരു പ്രൊമോഷൻ കിട്ടിയ ഒരാൾ, ഒറ്റ എക്സാമ്പിൾ പറയാം. പ്രൊമോഷൻ കിട്ടിയ ഒരു ജോലിയിൽ വിചാരിക്കാം, അവിടെ ഒരു ഒപ്റ്റിമിസ്റ്റ് ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പിന്നെ ഹാർഡ് വർക്ക് കൊണ്ട് എനിക്ക് എന്തായി കിട്ടി, ഏതായാലും നല്ലൊരു റിസൾട്ട് തന്നെ എനിക്ക് കിട്ടി എന്നുള്ള രീതി ചിന്തിക്കും. പക്ഷെ പെസിമിസ്റ്റ് അവിടെയും എന്ത് ചിന്തിക്കും അറിയോ? എന്തായിരിക്കും ചിന്തിക്കുക? നിങ്ങളൊന്ന് പറയും. ഒരു പ്രൊമോഷൻ കിട്ടിയ പെസിമിസ്റ്റ് എങ്ങനെ ചിന്തിക്കും? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്തോ? നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ഭാഗ്യത്തിന് അങ്ങോട്ട് കിട്ടിയതാണ്. അതായത് ജസ്റ്റ് ഒരു ഭാഗ്യത്തിന് എനിക്ക് കിട്ടി, ഇതൊന്നും എനിക്ക് കിട്ടണ്ടല്ല, ഞാൻ എപ്പോഴും ഇതൊന്നും എനിക്ക് കിട്ടലില്ല, എന്തോ ഭാഗ്യത്തിന് കിട്ടി എന്നുള്ളതാണ് പെസിമിസ്റ്റ്. പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടാന്, എങ്ങനെയോ കിട്ടിപ്പോയി. കറക്റ്റ്, എങ്ങനെയോ കിട്ടിപ്പോയി. നമ്മളങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണോ എന്നുള്ളത് സ്വന്തം ചിന്തിച്ചാൽ മതി. ഏതായാലും നെഗറ്റീവ് ഇവന്റ് വന്നു നേച്ചോ, ഒരു ടെർമിനേഷൻ ആണ്, ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ആയ ഒരാള്, അവിടെ ഒരു ഒപ്റ്റിമിസ്റ്റ് എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഇതൊരു എക്സ്പീരിയൻസ് ആണ്. കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പെസിമിസ്റ്റ് എങ്ങനെ ചിന്തിക്കുക? എന്റെ കഥ കഴിഞ്ഞു വിചാരിക്കും. കറക്റ്റ്, ചാക്കോ സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് മറ്റേത് പറയാം, ജസ്റ്റ് ആണ് എൻ്റെ ഒരു ഭാഗ്യക്കേട്, ഈ സമയത്ത് എനിക്കൊരു ഭാഗ്യം ഇല്ലാതായി പോയി എന്നാണ് ഒപ്റ്റിമിസ്റ്റ് ചിന്തിക്കുക. നേരെ മറിച്ച് പെസിമിസ്റ്റ് ചിന്തിക്കുക, കഴിഞ്ഞു, എൻ്റെ കാര്യം തീർന്നു, എൻ്റെ പിന്നെ എല്ലാം എനിക്ക് എങ്ങനെ ഉണ്ടാവുക, ഇതും അങ്ങനെ തന്നെ ആയി, പരാജയമായി എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക. ഇതിലെ ഓരോന്നും നേരത്തെ പറഞ്ഞ പെർമനൻസ്, അതുപോലെ ഭാഗ്യത്തെയാണോ ഡിപ്പെൻഡ് ചെയ്യുക? ഒപ്റ്റിമിസ്റ്റ് ആയ ആളുകള് എന്തിലാണ് ഇപ്പൊ ടെർമിനേഷനിലാണോ? ആരെ ചോദിച്ചെന്നറിയില്ല. അതായത് ഭാഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. പ്രൊമോഷനിലാണെങ്കിൽ അയാൾ ചിന്തിക്കുക എങ്ങനെയാണ്, ഏത് എൻ്റെ ഹാർഡ് വർക്ക് എനിക്ക് വിജയം നൽകി, ഒപ്റ്റിമിസ്റ്റ് ആയ ആളുകൾ ചിന്തിക്കും. ടെർമിനേഷനിലാണെങ്കിൽ അയാൾ ചിന്തിക്കുക, എൻ്റെ ജസ്റ്റ് ഈ ഒരു സമയത്തുള്ള എൻ്റെ ഒരു ഭാഗ്യദോഷം, അത്രേ ചിന്തിക്കുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എപ്പോഴും മോശമാണെന്നുള്ള ചിന്ത അയാൾക്ക് ഉണ്ടാവില്ല ഒപ്റ്റിമിസ്റ്റിക്കിന് ടെർമിനേഷനുള്ള സമയത്ത്. അല്ലാതെ ഭാഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിനെയും ലേൺഡ് ഒപ്റ്റിമിസം, അതിന്റെ കുറച്ച് വിവരണങ്ങൾ പറയാണ്. രണ്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ സാധനമാണ്. ഇതില് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എങ്ങനെയാന്ന് നോക്കാം. അത് ക്യാൻ ബി എ റിസൾട്ട് ഓഫ് ആട്രിബ്യൂട്ടിങ്. രണ്ടും ഒരു ആട്രിബ്യൂട്ടിങ് ഇതൊക്കെയാണ് കേട്ടോ. ഇത് റിസൾട്ട് ഓഫ് ആട്രിബ്യൂട്ടിങ് ആവാം. അത് സ്റ്റാബിൾ, ദിസ് ഈസ് ഫോർ എവർ എന്നുള്ള രീതിയിലാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. എപ്പോഴും എനിക്ക് എന്താണ്, പരാജയമാണ്. അത് സ്റ്റാബിൾ ആയിരിക്കും എന്നുള്ള തോട്ടായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. ഗ്ലോബൽ ഇതാണ് അയാൾക്ക് ഉണ്ടാവുക. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഐ ആം, ഇതിൽ ഉദാഹരണം പറയുന്നത്, ഐ ആം സ്മാർട്ട് അറ്റ് മാത്സ്, ഞാൻ കണക്കിലൊക്കെ ഉഷാറാണ്, പക്ഷെ എന്നാലും എനിക്കിതൊന്നും ജയിക്കാനൊന്നും പറ്റില്ല, ഞാൻ എപ്പോഴും എനിക്ക് പരാജയമാണുള്ളത്. ആ രൂപത്തിൽ ഗ്ലോബലായിട്ടാണ് ചിന്തിക്കുക. പക്ഷെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ട് ഒരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ടാണ് ചിന്തിക്കുക. എന്താ പറയാ, ബിക്കോസ് എക്സാം വാസ് വെരി ഈസി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ജയിച്ചു, ഞാൻ വർക്ക് ചെയ്തിട്ടൊന്നല്ല, ആണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആയ ആളുകളെ ചിന്തിക്കുക. പിന്നെ ഇതിന്റെയും കാരണം എന്താണെന്നറിയോ, നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ് ആയിരിക്കും. ലാസ്റ്റ് നമുക്ക് പറയാം എന്താണ് സാധനം എന്നുള്ളത്. രണ്ടിന്റെയും, ലേൺഡ് ഒപ്റ്റിമിസത്തിന്റെയും ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിന്റെയും കോസ് എന്താണ്, നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ് ആണ്. എന്തുകൊണ്ടാണ് പറഞ്ഞുതരാം. ഇനി ലേൺഡ് ഒപ്റ്റിമിസം ഉള്ള ആളുകൾ ഉണ്ടറിയോ, അത് ടെൻഡൻസി ഓഫ് അസ്ക്രൈബിങ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതിൽ നേരത്തെ പറഞ്ഞ സ്റ്റാബിൾ ആണെങ്കിൽ ഇതിൽ അൺസ്റ്റാബിൾ ആയിരിക്കും. ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ടെമ്പററി. എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ പിന്നെ അയാൾ എപ്പോഴും എനിക്ക് പരാജയമാണെന്നുള്ള ചിന്ത ഉണ്ടാവില്ല. ഇത് ഈ സമയത്ത് എനിക്ക് വന്നു, ബാക്കി പല ഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതും അതുപോലെ ഇനി ഭാഗ്യങ്ങളൊക്കെ വരും, ഇപ്പൊ എനിക്ക് ഒരു ഭാഗ്യദോഷം ഉണ്ടായി എന്നുള്ള ചിന്തയാണ് ലേൺഡ് ഒപ്റ്റിമിസത്തിന് ഉണ്ടാവുക, ഒപ്റ്റിമിസം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ടാണ് ഇയാൾ ചിന്തിക്കുക.
എന്താണ് മാത്സിൽ ഇപ്പോൾ ഒരു എക്സാമിൽ മാത്സിൽ പോയി എന്ന് വിചാരിച്ചോ, അപ്പം അയാൾ വിചാരിക്കും ഞാൻ മാത്സിൽ എനിക്ക് അത്ര പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു, അത്രേ ചിന്ത ഉണ്ടാവുള്ളൂ. മാത്സിൽ എനിക്ക് അതുകൊണ്ട് ഞാൻ അടുത്ത് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിക്കും. ഇനി എക്സ്റ്റേണൽ ആയിട്ടായിരിക്കും ഇയാളെ തോട്ട് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷനിൽ പിന്നെ എക്സ്റ്റേണൽ തോട്ടാണ് ഇയാൾക്ക് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ ഇന്റേണൽ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ നേരത്തെ പറഞ്ഞ എക്സാം വെരി ഈസി ആയതുകൊണ്ട് ഞാൻ ജയിച്ചു എന്ന് അയാൾ പറഞ്ഞത്. ഇയാൾക്ക് പോസിറ്റീവായിട്ട് എന്ത് വന്നാൽ പിന്നെ അത് ബിക്കോസ് ഓഫ് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇയാൾ ചിന്തിക്കുക. ഓക്കെ, ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ജയിക്കാൻ പറ്റി എന്നുള്ള ചിന്തയാണ് ഒപ്റ്റിമിസത്തിൽ ഉണ്ടാവുക. രണ്ടും നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ് ആണ്. എങ്ങനെയാണ് നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ് ആവുന്നത്? ലേൺഡ് ഹെൽപ്ലെസ്നെസ്സും, അതായത് നിരാശ മാത്രമുള്ള ആളുകൾ, ലേൺഡ് ഹെൽപ്ലെസ്നെസ് പഠിച്ച ആളുകളും ലേൺഡ് ഒപ്റ്റിമിസം അങ്ങനെ പഠിച്ചെടുത്ത ആളുകളും അത് വരുന്ന നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ് ആണ്. കാരണം എന്താ? ഹെൽപ്ലെസ്നെസ്സിൽ സംശയം ഉണ്ടാവില്ല, എന്തായാലും നെഗറ്റീവ് ഇവന്റ്സ് ആണ്. പിന്നെ ലേൺഡ് ഒപ്റ്റിമിസം എന്ന് പറയുന്നതും നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ് ഉള്ള ആളുകളാണല്ലോ ലേൺഡ് ഒപ്റ്റിമിസ്റ്റിക് ആവുന്നത്. ലേൺഡ് ഒപ്റ്റിമിസ്റ്റിക് ആവുന്നത് അയാൾക്ക് നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ് ഉള്ളതുകൊണ്ടാണ്, അയാൾക്ക് ഒപ്റ്റിമിസം ഇല്ലാത്തതുകൊണ്ടാണ്. അതുണ്ടെങ്കിൽ പിന്നെ അയാൾ ഒപ്റ്റിമിസ്റ്റിക് എന്നല്ല പറയാം, ലേൺഡ് ഒപ്റ്റിമിസം എന്ന് പറയില്ലല്ലോ. അതാണ് രണ്ടും നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ് ആണെന്ന് ഇവിടെ പറഞ്ഞത്. ജസ്റ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മളുണ്ടല്ലോ ഒപ്റ്റിമിസം ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. സത്യം പറഞ്ഞാല് എന്ത് വന്നാലും നമുക്ക് എഴുതാൻ ഇതിലൂടെ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ കമന്റ്സ് ചെയ്താൽ മതി. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലൂടെ ക്ലിയർ ചെയ്ത് തരാം. എനിക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും, ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒപ്റ്റിമിസവും രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് എക്സ്പ്ലനേറ്ററി സ്റ്റൈൽ നമ്മൾ പറഞ്ഞല്ലോ, സെലിഗ്മാന്റെ characterized by explanations for negative events as being due to unstable, specific and external causes, while positive events are perceived as a due to stable, global and internal causes. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണത്. ഇനി ഒപ്റ്റിമിസ്റ്റ് thus are not too disturbed by the setbacks. ഒപ്റ്റിമിസ്റ്റുകൾ ഒരിക്കലും സെറ്റ് ബാക്ക് കൊണ്ട് അവർ ഡിസ്റ്റർബ് ആവില്ല, കാരണം അവർക്ക് നിരാശ അധികം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ നെഗറ്റീവ് ലൈഫ് ഇവന്റ്സ് വന്നാലും അവർ എന്ത് ചെയ്യൂല, ഡിസ്റ്റർബ്ഡ് ആവില്ല. They see these events എങ്ങനെയാണ് അവർ ചിന്തിക്കുക? ആസ് ഒക്കേഷൻസ് ഫോർ ലേണിംഗ് ആൻഡ് ഹോപ്പ് ഫോർ ബെറ്റർ ഔട്ട്കം ഇൻ ഫ്യൂച്ചർ. അവർ അങ്ങനെയുള്ള അവസരങ്ങളെയും കൂടി എങ്ങനെ മുതലാക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇവന്റ്സ് വന്നാൽ അതിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാന്നായിരിക്കും അവരുടെ തോട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് പറഞ്ഞു പോവാം. പീറ്റേഴ്സൺ ഒരു ആട്രിബ്യൂഷണൽ സ്റ്റൈൽസ് ക്വസ്റ്റ്യനെയർ ASQ എന്ന് പറയും. നേരത്തെ ഒരു ഇത് പറഞ്ഞല്ലോ, ഒരു സ്കെയില് ഡിസ്പോസിഷണൽ ഒപ്റ്റിമിസം ടെസ്റ്റ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ആർക്കും ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എങ്ങനെ? യെസ്, ലോട്ട് LOT, ലോട്ട് R, റിവിഷൻ ചെയ്തത് LOT R. ഓക്കെ, താങ്ക് യു. ഇനി ഇപ്പൊ പറഞ്ഞത് പീറ്റേഴ്സന്റെ ASQ എന്നാണ്, ആട്രിബ്യൂഷണൽ സ്റ്റൈൽ ക്വസ്റ്റ്യനെയർ. ഇതും ഡെവലപ്പ് ചെയ്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒപ്റ്റിമിസം അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ASQ എന്ന് ഓർമ്മിച്ചാൽ മതി.
ഒപ്റ്റിമിസം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണിത്. ഇതിൽ ഒരു 12 ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. റേറ്റ് ദിസ് കോസസ് ഫ്രം ഇതിൽ 1 to 7 മാർക്ക് ഉണ്ടാവും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്കോർ ചെയ്തിട്ടാണ് പോവുക. ഓരോ കാര്യങ്ങൾ ചോദിക്കും, അതിൽ എത്ര സ്കോർ കൊടുക്കും എന്ന് അവരോട് ചോദിച്ചിട്ടാണ് ഇത് സ്കോർ ചെയ്യുന്നത്. പിന്നെ ഇതിനൊന്ന് ആഡ് ചെയ്യാനുള്ളത്, സെലിഗ്മാൻ ഡെവലപ്പ് ചെയ്തൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒപ്റ്റിമിസം അളക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഈ ASQ തന്നെ അവർ ചിൽഡ്രൻസ് കുട്ടികളെ വേർഷൻ ആയിട്ട് ആണ് ഡെവലപ്പ് ചെയ്തത് സെലിഗ്മാൻ. Another tool as optimism assessment is content analysis of verbal explanation. ഇതും സെലിഗ്മാൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, പേര് പറഞ്ഞിട്ടില്ല, അതിനോട് ആഡ് ആയിട്ടാണ് പറഞ്ഞത്. കേവ് എന്ന് പറഞ്ഞു, കേവ് എന്നാണ് ASQ, അതുപോലെ കേവ്. കേവ് എന്ന് പറയുന്നത് ASQന്റെ തന്നെ ചിൽഡ്രൻസ് വേർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സെലിഗ്മാൻ. പിന്നെ കേവ് എന്ന് പറഞ്ഞ ഒരു സാധനം, അതായത് കണ്ടന്റ് അനാലിസിസ് വെർബൽ എക്സ്പ്ലനേഷൻസ് എന്നാണ് അതിന്റെ ഫുള്ള്. ഓക്കെ, ഇനി ലേൺഡ് ഒപ്റ്റിമിസം ക്യാൻ ഇംപ്രൂവ് യുവർ മൂഡ്. ലേൺഡ് ഒപ്റ്റിമിസം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഡ് അതുപോലെ വെൽബീയിങ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം വളർത്താൻ പറ്റും, നിങ്ങളെ പോസിറ്റീവ് ബിഹേവിയേഴ്സ് എൻകറേജ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ ലേൺഡ് ഒപ്റ്റിമിസത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് 3 മാർക്കിനൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് ഇതൊക്കെ നമുക്ക് തള്ളാൻ പറ്റുന്ന സാധനമാണ്. വെൽബീയിങ്, ബൂസ്റ്റിംഗ്, ഫ്ലറിഷിംഗ്, ഇങ്ങനെ കുറെ ടേം പഠിച്ചു വെച്ചാൽ മതി അർത്ഥം. സെൽഫ് എസ്റ്റീം, എൻകറേജ് മോർ പോസിറ്റീവ് ബിഹേവിയേഴ്സ്, ഇതൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ഇനി അടുത്തൊരു ടേം പരിചയപ്പെടുത്താണ്. ഇപ്പൊ ലേൺഡ് ഒപ്റ്റിമിസവും ലേൺഡ് ഹെൽപ്ലെസ്നെസ്സും പറഞ്ഞ പോലെ അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസം. അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഇതൊരു ഒരു കൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ ഒപ്റ്റിമിസവും കൂടാൻ പാടില്ല. എന്തും അമിതമായ അമൃതവും വിശുദ്ധ പറഞ്ഞ പോലെ ഈ ഒപ്റ്റിമിസവും കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കേണ്ട നല്ലോണം ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടാണ്. അപ്പോൾ ഇതിൽ അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഇവർ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും ചില കാര്യങ്ങളിൽ, പക്ഷെ അതൊരിക്കലും റിയൽ ആയിട്ട് സംഭവിക്കാത്ത കാര്യങ്ങളായിരിക്കും. പിന്നെ ഉദാഹരണത്തിന് ഇപ്പൊ എന്താ പറയാ, പിന്നെ ഒരു ഫ്ലൈറ്റ് അതിലൂടെ പറന്ന് പോകുമ്പോൾ എന്താ പറയാ, അതെനിക്ക് പിടിച്ച് താഴ്ത്തി ഇടാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുക. അത് നടക്കുമോ? ഇല്ല. അപ്പോ അതാണ് പിന്നെ അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. അത് നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അത് മാത്രമല്ല, അത് കുറച്ച് റിസ്കി സാധനം കൂടിയാണ് കേട്ടോ. Unrealistic optimism are less likely to think about the possible risk or hazards. അവരതിന് റിസ്കിനെ കുറിച്ചും ഹസാർഡ്സിനെ കുറിച്ചും ചിന്തിച്ചു വരില്ല. അവർ അതൊന്നും ചിന്തിക്കാതെ ചെയ്യുന്നതിനാണ് അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസം എന്ന് പറയാം. അവർ ഭയങ്കര മോട്ടീവ് ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യും, അതിന്റെ ഭവിഷ്യത്ത് ആലോചിക്കൂല എന്നർത്ഥം. ചില കുട്ടികളിലൊക്കെ നമുക്ക് ഈ ഒരു സ്വഭാവം കാണാം. ഒപ്റ്റിമിസം കൂടിയിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ആൻഡ് വിഷ്വലൈസ് ദംസെൽവ്സ് ഇൻ സിറ്റുവേഷൻ വേർ ദേ ആർ സക്സസ്ഫുള്ളി ഡീലിംഗ് വിത്ത് ചലഞ്ച്. അങ്ങനെ ചിന്തിക്കാൻ പോലും അവർ വിഷ്വലൈസ് ചെയ്യാനൊന്നും അവർക്ക് സാധിക്കൂല ആ ഒരു സമയത്ത്, അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസ്റ്റ് ഉള്ള സമയത്ത്. ഇത് മൈറ്റ് സീം ഇംപ്രാക്ടിക്കൽ ആണ് സാധനം, ബട്ട് ഇറ്റ് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ. പക്ഷെ ഇതിനുകൊണ്ട് ഉപകാരമുണ്ട്. അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസ്റ്റ് ആണെങ്കിലും അതിനെ കൊണ്ട് ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ ഫീൽ ബെറ്റർ വെൻ ദേ ആർ വറീഡ് ഓർ അൺഷ്യൂർ ഇൻ ചാലഞ്ചിങ് സിറ്റുവേഷൻസ്. ചിലപ്പോൾ അവരിങ്ങനെ വറീഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ചാലഞ്ചോ മറ്റോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്കത് ഹെൽപ്പ് ചെയ്യും. എന്തിന്? ആ വറിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതെനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം. ചിലപ്പോൾ അത് കിട്ടും, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ നമ്മളെ എന്താ പറയാ, ഓണത്തിനൊക്കെ മത്സരം ഉണ്ടാവില്ലേ, നമ്മളെ തൂണുമ്മൽ പശയൊക്കെ തേച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അയാൾക്ക് ഒരിക്കലും കഴിയാത്തായിരിക്കും. പക്ഷെ ഈ ഒരു ചിന്ത, അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസം ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ കയറി അങ്ങ് പോകും. കീപ് ഗോയിങ് ആഫ്റ്റർ ദെയർ ഗോൾസ്. ഓക്കെ, ഇനി ഡെവലപ്മെന്റ് ഓഫ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞൊരു പാട്ട് പറയുന്നുണ്ട്. ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക ഒപ്റ്റിമിസം എന്നുള്ളതാണ്. ഇത് നമുക്കൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എന്ത്? നമ്മളെ പാരന്റൽ സ്റ്റൈല്, പാരന്റൽ മെന്റൽ ഹെൽത്ത് ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റോൾ മോഡലിങ്, നമ്മളെ ടീച്ചേഴ്സിന്റെ ഇതുണ്ട്, നമ്മുടെ പിയർ ഗ്രൂപ്പിന്റെ സ്വാധീനമുണ്ട്. പിന്നെ റിവാർഡ് ഒപ്റ്റിമിസം എന്നും പറയുന്നുണ്ട്. റിവാർഡ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് റിവാർഡ് കൊടുത്ത് ഒപ്റ്റിമിസം വളർത്താനും പറ്റും. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത് മോർ ലൈക്ലി ടു കം ഫ്രം ഫാമിലീസ് ഇൻ വിച്ച് ദെയർ പേരൻസ് ഹാഡ് ഡിപ്രഷൻ. ഡിപ്രഷൻ ഉള്ള പേരൻസ് ആണെങ്കിൽ ഒരിക്കലും അവർക്ക് അവരുടെ കുട്ടികൾക്ക് ഒപ്റ്റിമിസം ഉണ്ടാവില്ല എന്നൊരു സാധനം എടുത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, അങ്ങനെ ഉണ്ടാവാം ചിലപ്പോൾ. പാരന്റ് ഡിപ്രഷനിലുള്ള ആളുകൾക്ക് അവരുടെ കുട്ടികൾ എന്ത് ചെയ്യില്ല, ഒപ്റ്റിമിസം ഉണ്ടാവില്ല അവർക്ക്. പിന്നെ വളർത്തിയെടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ parent of optimists are good role models or using an optimistic explanatory style, attributing success to internal global stable factors.
പിന്നെ പറയുന്നത് ഒപ്റ്റിമിസ്റ്റ് കം ഫ്രം ഫാമിലീസ് വെർ ദെയർ പാരൻസ് ആർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഫെയിലിയേഴ്സ് ആൻഡ് അട്രിബ്യൂട്ട് ദം ടു എക്സ്റ്റേണൽ റാദർ ദാൻ ഇന്റേണൽ ഫാക്ട്. ഒരു പരാജയം ഉണ്ടായാലും സ്വന്തത്തിലേക്ക് ഇങ്ങനെ എന്റെ കുറ്റാണ് എൻ്റെ അങ്ങനെ പറയാതെ അത് തൽക്കാലം എന്തോ അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ്, ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്ന പേരൻസിന്റെ അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമിസം വളർത്താൻ പറ്റും. പിന്നെ അതുപോലെ യങ്സ്റ്റേഴ്സിൽ കം ഫ്രം ഫാമിലീസ് ദാറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് മേജർ ട്രോമ, നല്ല ട്രോമ ഉണ്ടായ പേരൻസ് ഉണ്ടാവും ചില ആളുകൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ആള് വീടൊന്നും ഇല്ലാതെ വളരെ വാടക വീട്ടിലൊക്കെ താമസിച്ചിട്ട് വന്ന് ആളുകൾ ഉണ്ടാവും, കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച്. നമ്മൾ കാണാം പലരെയും അങ്ങനെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. വളരെ കഷ്ടപ്പാട് സഹിച്ചിട്ടൊക്കെ വന്ന ആളുകൾക്ക് ഒപ്റ്റിമിസം കൂടുതലായിരിക്കും. അയാള് അങ്ങനെ പിന്നെ വന്നോണ്ട് ഭാവിയിൽ അയാൾക്ക് എന്തെങ്കിലും വിജയം ഉണ്ടായാലും ഒപ്റ്റിമിസം നല്ലോണം കൂടുതലുണ്ടാവും. അവരെ കുട്ടികൾക്കും അതുണ്ടാവും എന്നാ പറയുന്നത്. മറിച്ച് ഭയങ്കര സുഖത്തിലും ആർഭാടത്തിലും കഴിഞ്ഞ കുട്ടികളിൽ ഒപ്റ്റിമിസം കുറയും. സ്വാഭാവികമായിട്ട് അവർക്ക് കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല എന്നൊരു കൺസെപ്റ്റും ഇതിൽ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് എക്സ്പീരിയൻസ് ചെയ്ത മേജർ ട്രോമയൊക്കെ അവർ ആ രീതിയിൽ ഓവർകം ചെയ്തിട്ടുണ്ടാവല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഒരു ഒപ്റ്റിമിസത്തിന് കാരണം. ഇനി പെസിമിസ്റ്റ് ആർ ബിലീവ്ഡ് ദാറ്റ് ടു ബി റിസൾട്ടഡ് ഫ്രം. ഇനി പെസിമിസ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടാവുക? ദ പേരൻസ് ആർ കംപ്ലൈനിങ്, എപ്പോഴും കംപ്ലൈന്റ് ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ട കൂടുന്ന പേരൻസ്, അവരുടെ കുട്ടികളും പെസിമിസ്റ്റ് ആവും. പിന്നെ പേരൻസ് ആർ ഡിപ്രസ്ഡ് ആണെങ്കിലും ഉണ്ടാവും. പേരൻസ് ക്രിട്ടിസൈസ് ദംസെൽവ്സ്, അവരെപ്പോഴും അവരെ തന്നെ കുറ്റം പറയും, അവരെ കുട്ടികളെ ഇങ്ങനെ കുറ്റമേ പറയുള്ളൂ, നെഗറ്റീവേ പറയുള്ളൂ, അവരിലെ ഒരു പോസിറ്റീവും പറയില്ല കുട്ടികളെ. അങ്ങനെയുള്ള ആൾക്ക് പെസിമിസം വളർന്നു വരും. പിന്നെ ചൈൽഡ് അബ്യൂസ്, റിജക്ഷൻ, അവരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഗണിക്കാതെ നെഗ്ലക്ട് ചെയ്യുക കുട്ടികളെ വിഷയങ്ങളൊക്കെ, അങ്ങനെയും പെസിമിസം വളർന്നു വരാം. ഇനി ഒപ്റ്റിമിസം ഉണ്ടായാലുള്ള ഉപകാരങ്ങൾ അത് പറയണമെന്നില്ല, ഓൾറെഡി നമ്മൾ കുറെ പറഞ്ഞു. ജസ്റ്റ് ഹെഡിങ് മാത്രം വായിക്കാം. ഒപ്റ്റിമിസത്തിന്റെ ഉപകാരങ്ങൾ തന്നെ ഇതുവരെ പറഞ്ഞതൊക്കെ റിപ്പീറ്റേഷൻ ആണ്, അതുകൊണ്ട് പറയാം. ഒപ്റ്റിമിസം ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഉണ്ടാക്കും. ഒന്നാമത് പറയുന്നത് ഒപ്റ്റിമിസം ആൻഡ് അക്കാഡമിക് പെർഫോമൻസ്. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അക്കാഡമിക് പെർഫോമൻസിൽ നമ്മളെ ഒപ്റ്റിമിസം നല്ലോണം എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കുട്ടികളിൽ വളർത്തിയാൽ അവരുടെ നമ്മൾ ഒപ്റ്റിമിസം നമ്മൾ സ്വന്തം ഉണ്ടാക്കിയാൽ നമുക്ക് പഠനത്തിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റിസൾട്ടുകൾ ഒക്കെ നമുക്ക് എല്ലാം ആഡ് ചെയ്താം. പിന്നെ ഒപ്റ്റിമിസം പിന്നെ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഉണ്ടാക്കും. നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചു, നമ്മൾ ക്യാൻസർ പേഷ്യന്റിന്റെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒപ്റ്റിമിസം ഉണ്ടായി കഴിഞ്ഞാൽ പോസിറ്റീവ് ഇമോഷൻ ആയിരിക്കും. അത് നമ്മളെ ന്യൂറോൺ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യും. അതിലൂടെ നമുക്ക് ഹാപ്പി ഉണ്ടാവും, വെൽബീയിങ് ഉണ്ടാവും. നമ്മളെ മെന്റൽ ഹെൽത്ത്, നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനെയും കൂടെ എഫക്ട് ചെയ്യും. നേരെ തിരിച്ചുണ്ടാവും കേട്ടോ. പെസിമിസ്റ്റ് ആണ് അയാളുണ്ടെങ്കിൽ നെഗറ്റീവ് ഹെൽത്ത് എഫക്റ്റും നേരെ ഉണ്ടാവും എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. അതായത് നെഗറ്റീവ് പിന്നെ ഈ പെസിമിസ്റ്റിക് ആയ കുട്ടികൾ ഇതൊക്കെയാണ് അധികവും ഈ പിന്നെ ബിഹേവിയറൽ ഇഷ്യൂസും മറ്റൊക്കെ അവരിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. സബ്സ്റ്റൻസ് യൂസേജിലേക്കും പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസിലേക്കും സൂസൈഡിലേക്ക് വരെ ചിന്തിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്, ഒപ്റ്റിമിസം ഇല്ലാത്ത പെസിമിസ്റ്റിക് ആയ കുട്ടികളാണ്. അപ്പോൾ ഒപ്റ്റിമിസം വളർത്തിയെടുക്കൽ അത്രയും അത്യന്താപേക്ഷിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളാം നമുക്ക്. പിന്നെ ഒപ്റ്റിമിസം ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ്, നമ്മൾ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനും ഇത് ആവശ്യമാണ്. പിന്നെ നല്ല കോപ്പിംഗ് സ്കിൽസ് ഉണ്ടാവും, നമ്മളെ ഇമോഷൻ ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഓരോന്നിലും നമ്മുടെ സിറ്റുവേഷൻ, സ്ട്രെസ്ഫുൾ കണ്ടീഷനിലെ സിറ്റുവേഷൻ നമുക്ക് ഫ്രീ ആവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സൈക്കോളജിക്കൽ വെൽബീയിങ്ങും ബെനിഫിറ്റ് ആയിട്ട് എഴുതാം. ഇനി ലാസ്റ്റ് പറയുന്ന കുറച്ച് റിസ്ക് അസോസിയേറ്റഡ്, ഇതും നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ പറഞ്ഞ തന്നെയാണ് അതിലും പറയുന്നത്, അതും ഹെഡിങ് മാത്രം പറഞ്ഞു പോവാണ്. കുറച്ച് റിസ്കുകൾ ഈ ഒപ്റ്റിമിസവുമായി ബന്ധപ്പെട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെറിയ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മളെ പേഴ്സണൽ റിസ്കുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, അസസ് ചെയ്യാൻ ഇതിൽ നമ്മൾ പരാജയപ്പെടും. നല്ല ഒപ്റ്റിമിസം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാളൊന്നും ചിന്തിക്കൂല എന്നർത്ഥം. ഇത് എനിക്ക് കഴിയും തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യും അയാള്. പിന്നെ അതിന്റെ അടിയിൽ പോയിട്ട് നമ്മൾ ചെറിയ വെള്ളത്തിലൊക്കെ ചിലപ്പോൾ എനിക്ക് ചാടാനൊക്കെ കഴിയും തോന്നിക്കഴിഞ്ഞാൽ അടിയിൽ പോയിട്ട് തലയടിക്കും കല്ലുമ്മലൊക്കെ. ഒപ്റ്റിമിസം കൂടിയുള്ള പ്രശ്നമാണ്. കാരണം അയാൾക്ക് അതിന്റെ അടിയിൽ ഒരു കല്ലുണ്ട്, അങ്ങനെ റിസ്ക് ഉണ്ട്, അതിമൊപ്പം എന്റെ തല അടിക്കും എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് ഇനബിലിറ്റി ടു ഡിസെൻഗേജ് ഫ്രം അൺറിയലൈസബിൾ ഗോൾസ്. നേരത്തെ പറഞ്ഞില്ല, അൺറിയലിസ്റ്റിക് ആൻഡ് ഒപ്റ്റിമിസം. അതായത് ഒപ്റ്റിമിസം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം റിസ്ക് ആണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന്, പേഴ്സണൽ റിസ്ക് അസസ് ചെയ്യാൻ കഴിയൂല. പിന്നെ ഒന്ന്, ഒരു കാര്യത്തിൽ നമ്മൾ ഡിസെൻഗേജ് ചെയ്യാൻ കഴിയൂല. അതായത് റിസ്ക് ഉള്ള അൺറിയലൈസബിൾ ആയിട്ടുള്ള ഒരു ഗോളിന്റെ അതിൽ നിന്ന് നമുക്ക് ഡിസെൻഗേജ് ആവണമല്ലോ, ഒഴിവാവാൻ പറ്റൂല. ചിലപ്പോൾ അത് ചെയ്തു, കാരണം അത് കിട്ടൂല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിലും ഈ ഒപ്റ്റിമിസം കൂടിക്കഴിഞ്ഞാൽ അയാൾ ചെയ്തു പോകും. അതിലെന്തെങ്കിലും റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞാലും ചെയ്തു പോകും. റിസ്ക് അസസ് ചെയ്യാൻ കഴിയില്ല, പേഴ്സണൽ റിസ്ക് അസസ് ചെയ്യാൻ കഴിയൂല എന്ന് മാത്രമല്ല
അൺറിയലൈസബിൾ ഗോൾസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഡിസെൻഗേജ് ആവാനും പറ്റില്ല. ഇതാണ് എന്ത് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞപ്പോൾ ആ ചാപ്റ്റർ ഇതിൽ മാത്രമുള്ളത്. ഇനി ഹോപ്പ് ഇന്ന് പറഞ്ഞാൽ മൊത്തം ചടക്കും. അതുകൊണ്ട് എനിക്കൊരു പ്രസന്റേഷനും കൂടി അടുത്ത മറ്റന്നാളോ അതിന്റെ പിറ്റേന്നുണ്ട്. സ്കൂളിംഗ്, പോസിറ്റീവ് സ്കൂളിംഗ്, അതുപോലെ പോസിറ്റീവ് പാരന്റിംഗ് എന്നിട്ടും പറ്റുള്ളതിൽ ഒരു പാർട്ട് ഞാൻ എടുക്കുന്നത്. അന്ന് നമുക്ക് ഹോപ്പും കൂടി കവർ ചെയ്യാം. ഇത് രണ്ടും ലിങ്കഡ് ഒന്നും അല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ ഒപ്റ്റിമിസം ഫുള്ളായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് നമുക്ക് അടുത്തതിൽ മനസ്സിലാക്കാം. രണ്ടിലും ഡിഫറൻസ് ചെറുങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോളൂ. ഹോപ്പ് ആവുമ്പോൾ കറക്റ്റ് സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാവും. ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മതി, ബാക്കി നമുക്ക് ആഡ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇന്നത്തേൽ? കാരണം സമയം ഏകദേശം ആയിട്ടുണ്ട്. അധികം അതിനൊന്നും സംശയം. അതുകൊണ്ടൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കുട്ടികളുള്ളത് കൊണ്ട്. ആരും സൗകര്യമേ ഉള്ളൂ. സർ കൺസെപ്റ്റുകൾ വളരെ കൃത്യമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നന്നായിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലും ചോദിച്ചാൽ നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഗ്രൂപ്പിൽ വരാട്ടോ. ഇത് നമ്മൾ പഠിച്ചെടുത്ത് സാധനമാണ് പറയുന്നതൊക്കെ. അപ്പൊ എന്തായാലും തെറ്റുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അത് ഗ്രൂപ്പിലൂടെയൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയൊക്കെ ചെയ്യാം. ചിലപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതിലുണ്ടാവും. നമുക്ക് ആരെയും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.